لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان صدق الله العظيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيد السادات جئتك قاصدا أرجو رضاك واحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك يا مالكي كن شافعي لي فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, മശായിഖുമാർ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പയ്യനാട് തങ്ങളവറുകൾ അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് ഉൾപ്പെടെ എൻ്റെ മുർഷിദായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹു തങ്ങൾ ഉൾപ്പെടെ, നൂറുൽ ഉലമ, താജുൽ ഉലമ ഉൾപ്പെടെ നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ധാരാളം മഹാന്മാർ, നമ്മുടെ അജയ്യനായ ഗുരു ബഹുമാനപ്പെട്ട
ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് ഉൾപ്പെടെ, അബ്ദുള്ള ഉസ്താദ് ഉൾപ്പെടെ, ചെറുശൂല ഉസ്താദ് ഉൾപ്പെടെ, പടനിലം ഹുസൈൻ ഉസ്താദ് ഉൾപ്പെടെ അവർക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ ചെയ്ത ഹസനാത്തിൻ്റെ പ്രതിഫലം വലിയ വെളിച്ചമായി ഖബറിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ മതവും പൊരുത്തവും ഗുരുത്വവും എന്നും എപ്പോഴും നമുക്കെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹദ് ഫദൽ കൊണ്ട് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർ, ഇതിനെ അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഇതിൻ്റെ ഗുണകാംക്ഷികൾ, ഇതിൽ പങ്കെടുത്തവർ, പങ്കെടുക്കുന്നവർ എല്ലാവരിൽ നിന്നും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ നന്മയും തിന്മയും തൂക്കപ്പെടുന്ന സമയത്ത് നന്മയുടെ തട്ടിൽ വലിയ ഭാരമുള്ള അമലായി അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന് തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുന്നു. ധാരാളം പണ്ഡിതന്മാരും സാദാത്തുകളും ഉള്ള ഒരു വേദിയാണ്. എന്നെ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ചുമതലപ്പെടുത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു വേദിയാണ് എന്ന് എനിക്കറിയുമായിരുന്നില്ല. എങ്കിൽ അപ്പോൾ തന്നെ ഞാനതിന് സാധിക്കുകയില്ല എന്ന് പറയുമായിരുന്നു. ഇവിടെ ധാരാളം പണ്ഡിതന്മാരും സാദാത്തുക്കളുമൊക്കെ ഉള്ള സദസ്സിൽ വെച്ച് ഒരിക്കലും ബഹുമാനപ്പെട്ട പയ്യനപാട് തങ്ങളുപ്പാപ്പയുടെ ഉറൂസിൽ അവിടത്തെക്കുറിച്ച് പറയാനുള്ളൊരു അർഹതയൊന്നും എനിക്കില്ല. അല്ലാഹു തആല അവരുടെ ഒക്കെ മദദ് കൊണ്ടും പൊരുത്തം കൊണ്ടും നമുക്ക് ഇൽമും ഈമാനും ഹിദായത്തും ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. ഞാൻ സാധാരണ വാദ് പറയാറുള്ളത് സാധാരണക്കാരായ ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറയാറാണ്. ഇവിടെ ഉസ്താദുമാരോട് ഇപ്പം അത് പറയാനാണ്. ഒന്ന് രണ്ടു കാര്യങ്ങൾ മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്ക്, സാദാത്തുക്കൾക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഇന്നിവിടെ ദുആ നടത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തന്നൂർ തങ്ങളവர்களാണ്. മുത്തന്നൂർ തങ്ങളാണ് ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. ഞാനും മുത്തന്നൂർ തങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ ആദ്യം കണക്ക് കൂട്ടിയത്. സഹോദരന്മാരെ, പയ്യനാട് തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞവരാണ്. എന്നെക്കാൾ കൂടുതൽ തങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ളവരുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകിയാണ് തങ്ങളുമായി എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് ലുഖ്മാൻ ഹക്കീം എന്ന് പേരിട്ടത് ബഹുമാനപ്പെട്ട പയ്യനാട് തങ്ങളവറുകളാണ്. പലപ്പോഴും തങ്ങളുപ്പാപ്പ പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് പേരിട്ടത് ഞാനാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ഇത്രയെങ്കിലും അവസരങ്ങളൊക്കെ കിട്ടിയതും ഇങ്ങനെയെങ്കിലും വേദികളിലൊക്കെ എഴുന്നേറ്റു നിൽക്കാനൊക്കെ അവസരം കിട്ടിയത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അങ്ങനെ പേരിട്ടതിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമുക്കൊക്കെ കേട്ട് എപ്പോഴും പരിചയമുള്ള
ഒരായത്താണ് വമൻ യുഅള്ളിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബിഹി. അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകളെ ആര് ആദരിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അത് അവന് ഖൈറായിത്തീരും. അള്ളാഹുവിൻ്റെ ഹുറുമാത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹു പവിത്രത കൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുള്ളവ, അതിനെ ആര് എങ്ങനെ ബഹുമാനിച്ചുവോ അതവന് ഖൈറായിട്ട് മാത്രമേ ഭവിക്കുകയുള്ളൂ. ഒരാള് അള്ളാഹു ബഹുമാനിച്ച ഒരു പണ്ഡിതനെയോ ഒരു സയ്യിദിനെയോ ബഹുമാനിച്ചൊരു സാധനത്തെയോ ഒരു സ്ഥലത്തെയോ ഏതാവട്ടെ അല്ലാഹു തആല പവിത്രമാക്കിയിട്ടുള്ള ഒരു വസ്തുവാണ്. അതിനെ ഒരാൾ ബഹുമാനിച്ചു, ആദരിച്ചു, വളരെ മോശമായി ഞാൻ ചെയ്തിട്ടോ പറയില്ല. അള്ളാഹുവിന്റെ ഹുർമാത്തിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ ഒരാളും വിമർശിക്കപ്പെടുകയില്ല, ഒരാളും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അരികിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അല്ലാഹു തആല പവിത്രമാക്കി എന്ന ആ ഭാഗത്തിൽ കൂടെയാണ് ആദരിച്ചതെങ്കിലും ആദരിച്ചതിന്റെ പേരിൽ, ബഹുമാനിച്ചതിന്റെ പേരിൽ, സ്ഥാനം കൽപ്പിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുത്ത് അത് ഖൈറായി തീരും എന്നല്ലാതെ അത് വിമർശിക്കപ്പെടുകയില്ല. നാം ഒരാളിങ്ങനെ വരുന്നത് കണ്ടു, അയാളുടെ വേഷവും അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങളും കണ്ടപ്പോൾ നമുക്ക് അള്ളാഹുവിനെയാണ് ഓർമ്മ വന്നത്. അതാണല്ലോ ഒരാൾ അള്ളാഹ് ആദരിച്ചവരാണ്, അള്ളാഹുവിന്റെ ആദരവ് ലഭിച്ചവരാണ് എന്നതിന്റെ അടയാളം. അവരെ കാണപ്പെട്ടാൽ അള്ളാഹുവിനെ ഓർമ്മയാവും. അങ്ങനെ അള്ളാഹു ആദരിച്ചവരാണ് എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ചുംബിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഒരു സാധാരണ രൂപത്തിലുള്ളൊരു ആദരവ് പ്രകടനം എങ്ങനെ ആവട്ടെ നടത്തിയാൽ അത് ഖൈറായിട്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇത് എപ്പോഴും എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. നീ എന്തിനാണ് അയാളെ ബഹുമാനിക്കാൻ പോയത്? നീ എന്തിനാണ് അയാളെ അങ്ങനെ പൊക്കി വെച്ചത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹുവിന്റെ ഹുർമാത്ത്, അതിന്റെ ഒരു തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. സഹോദരന്മാരെ, ഞാൻ കുറഞ്ഞ വാക്കുകളിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത്, സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട്. മഹാനരായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രിസ്തുവർഷം 632 മാർച്ച് മാസം 31-ാം തീയതി അറഫാത്തിൽ വെച്ച് ഒരു വലിയ പ്രഭാഷണം നടത്തി. ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണ് ആ പ്രഭാഷണത്തിന്. നമ്മുടെ കേരളത്തിൽ തന്നെ പല പള്ളികളിലും, വിദേശത്ത് സൗദി അറേബ്യയിലും UAE-യിലുമൊക്കെ പല പള്ളികളിലും ആ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ എഴുതിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കാറുണ്ട്. എന്തിനാണത്? അത്രയും സമുദായത്തിനോട്, മുസ്ലിം സമുദായത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് അത്. ഈ ഉമ്മത്തിനോട് പ്രത്യേകം ഉപദേശിക്കേണ്ട, നിർദ്ദേശിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ആ പ്രഭാഷണം മക്കയുടെയും മദീനയുടെയും ഇടക്ക് ഗുമ്മ് എന്ന് പറയുന്ന ഒരു തടാകത്തിന്റെ അരികിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു എന്നും ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ബദർ എന്ന് പറയുന്നത് നേരത്തെ അവിടെ ജീവിച്ചു മരിച്ചുപോയ ഒരാളുടെ പേര് ആയതുപോലെ മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു നീരുറവ, അതിന്റെ പേരാണ് ഗുമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖാമഫീന ഖതീബൻ, ഞങ്ങളിൽ പ്രസംഗിക്കുന്നവരായിട്ട് എഴുന്നേറ്റു നിന്നു. അങ്ങനെ അല്ലാഹുവിനെ സ്തുതിച്ചു പുകഴ്ത്തി ആമുഖങ്ങൾക്കു ശേഷം ഈ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എന്താണ് ആ പ്രഭാഷണത്തിന്റെ തുടക്കം? യൂഷിക്കു അൻ യഅതിയ റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ വരാൻ അടുത്തിരിക്കുന്നു, എന്റെ ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. ഫഉജീബ, എന്നോട് ആത്മാവിനെ പിടിക്കാൻ അനുവാദം ചോദിച്ചു വരുമ്പോൾ ഞാൻ അതിന് മറുപടി നൽകും. അമ്പിയാക്കൾ സാധാരണ ആളുകൾ മരിക്കുന്നത് പോലെ മരിക്കൽ അല്ല. അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുന്നതിന്റെ മുൻപ് അവരോട് അനുവാദം തേടൽ പതിവുള്ളതാണ്. ആ പതിവനുസരിച്ച് എന്റെ റൂഹ് പിടിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുഖറബായ മലക്ക് അസ്റാഈൽ വരാൻ അടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഉജീബ, ഞാൻ അതിനുത്തരം നൽകും. പക്ഷേ ഞാൻ ഉത്തരം നൽകി മരിക്കുമ്പോൾ, നിങ്ങളുമായി പിരിയുമ്പോൾ ഈ ദീൻ അവസാനിച്ചു എന്ന് കരുതരുത്. എന്റെ വിയോഗം കൊണ്ട് എന്റെ ആദർശത്തിൽ, എന്റെ ചര്യയിൽ ഞാൻ വെട്ടിത്തെളിയിച്ച പാന്താവിൽ യാതൊരു പൊടിപടലങ്ങളും ഉണ്ടാവരുത്. അതിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവരുത്. ഞാനേ മരിക്കുന്നുള്ളൂ, ഞാനേ നിങ്ങളെ തൊട്ട് പിരിയുന്നുള്ളൂ. ഞാൻ പിരിയുമ്പോൾ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നിങ്ങൾ എന്നെ സമീപിച്ചിരുന്നത്, എന്തെല്ലാം പ്രശ്നപരിഹാരങ്ങളാണ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിച്ചിരുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്, അതിന് മുഴുവനും പരിഹാരം ഞാനിവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളെ പിരിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ എന്ത് സമീപനം സ്വീകരിക്കും? ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇന്നി താരിക്കും ഫീക്കും സഖലൈൻ, കനത്ത രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിരിയുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്ത് നിങ്ങൾ ദലാലത്തിലാവില്ല, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുന്നതല്ല. അതിമഹത്തായ രണ്ടു കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് ഇത്ര വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, കിതാബുല്ലാഹി, അത് ഒന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. അള്ളാഹുവിന്റെ കിതാബ് നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാ പോകുന്നത്. ഞാൻ മരിക്കുന്നതോടുകൂടെ, നിങ്ങളെ പിരിയുന്നതോടുകൂടെ ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരക്ഷരം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഈ ഖുർആനിന്റെ അമാനുഷികത, ഈ ഖുർആനിന്റെ പ്രത്യേകത, ഈ ഖുർആനിന്റെ ആകർഷണീയത, ഈ ഖുർആൻ കൊണ്ടുള്ള പരിഹാരം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതല്ല.
നിങ്ങൾ ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണോ ഈ ഖുർആൻ കണ്ടത്, എങ്ങനെയാണോ ഈ ഖുർആനുമായി നിങ്ങൾ സമീപിച്ചത്, എങ്ങനെയാണ് ഈ ഖുർആൻ നിങ്ങളെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകിയത്, അതേ പരിഹാരവും അതേ പ്രതിവിധിയും ഈ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ ഖുർആൻ നിങ്ങൾ കൈയൊഴിയരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുകൊണ്ടാണ് അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലി റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയൊരു ഉപദേശം നൽകി. സത്തക്കൂന ഫിതനുൻ, അലിയേ, നിങ്ങൾ ധരിച്ചതുപോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല, വളരെ വളരെ പ്രയാസകരമായ ഫിത്തനകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികള്, ഫിത്തനകള്, പരീക്ഷണങ്ങള് ഈ ഉമ്മത്തിന് വരാൻ പോകുന്നുണ്ട്. ഈ ഉമ്മത്ത് ഇവിടെ നിന്നങ്ങോട്ട് സുഖലോലുപതയോടുകൂടി സമാധാനത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർന്ന് സുന്ദരമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ട. മാമിൻ യൗമിൻ ഇല്ലാ വബഅദഹു ശർറുൻ മിൻഹു. മക്കളെ, നിങ്ങളെ ഈ കൊല്ലത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഇപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങളെ മുമ്പിലുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങളെ മുൻപിലുണ്ട്. ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും, നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും, ഇവിടെയുള്ള പ്രയാസങ്ങളൊക്കെ തീർന്നിട്ട് സുന്ദരമായ നല്ലൊരു അന്തരീക്ഷം വരുന്ന നാളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതെല്ലാം തീരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. വരുന്ന നാളുകള് കഴിഞ്ഞ ഇന്നലകളേക്കാൾ എത്രയോ പ്രയാസകരമാണ്. പുതിയ പുതിയ ഫിത്നകൾ ഉടലെടുക്കുകയാണ്. സയ്യിദുന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങള് സാഹിബുസ് സിർ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിച്ചത് ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ധാരാളം സ്വകാര്യ കാര്യങ്ങൾ, രഹസ്യങ്ങൾ പകർത്തിയിട്ടുള്ള, പഠിച്ചു വെച്ചിട്ടുള്ള, മനപ്പാടമാക്കി വെച്ചിട്ടുള്ള സ്വഹാബിയാണ്. ആ പേരിൽ അറിയപ്പെടുന്ന ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുമായിരുന്നു, ആരൊക്കെയാണ് മുനാഫിക്കുകൾ, ആർക്കൊക്കെയാണ് കംപ്ലൈന്റുകൾ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രഹസ്യങ്ങളും മഹാനവറുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഹുദൈഫ, അല്ലാഹുവിന്റെ റസൂല് എപ്പോഴെങ്കിലും മുനാഫിക്കീങ്ങളെ പറയുന്ന കൂട്ടത്തില് ഉമറിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ വമാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. ഞാൻ മുനാഫിക്കായി പോകുമോ? എനിക്ക് കാപട്യമുണ്ടോ? എന്റെ ഈമാൻ സത്യമായിട്ടില്ലേ? ഞാൻ കറക്റ്റ് ഒരു മുഅ്മിനല്ലേ എന്ന പേടി എപ്പോഴും ഉണ്ടാകുന്നത് മുഅ്മിനീങ്ങൾക്കാണ്. അതേ സമയത്ത് ഞാൻ തികഞ്ഞ മുഅ്മിനാണ്, ഈമാനിൽ കുറവൊന്നുമില്ല, ഞാൻ നല്ല ഭക്തനാണ്, തഖ്വയുള്ളവനാണ്, ഈമാൻ നിറഞ്ഞവനാണ് എന്ന പേടി ഇല്ലായ്മ അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഈമാനൊക്കെ വളരെ റെഡിയാണ്, അതിലൊന്നും കംപ്ലൈന്റ് ഇല്ല. അള്ളാഹു തആല തൗഫീഖ് ചെയ്തുകൊണ്ട് ഈമാനൊക്കെ റെഡിയാണ്. ഈ സമാധാനം എപ്പോഴും മുനാഫിക്കീങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതേ സമയത്ത് മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും പേടിയാണ്. അതുകൊണ്ടാണല്ലോ ഈ മുഅ്മിനീങ്ങൾ എപ്പോഴും പറയുന്നത്, ഉസ്താദ് ദ്വാരക്കണേ, ഏത് ആളുകളെ കണ്ടാലും പറഞ്ഞു ദ്വാരക്കണേ. എന്തിനാ ദ്വാരക്കണത്? ആക്കിബത്ത് തന്നാൻ വേണ്ടി ദ്വാരക്കണേ. ഇത് പറയാത്ത മുഅ്മിനീങ്ങളുണ്ട്. കാരണം മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എപ്പോഴും ആ ഒരു പേടി ഉണ്ടാകും. മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. നിഫാഖിനെ എപ്പോഴും പേടിക്കുന്നത് മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾക്ക് അത് പേടിയാണ്. അതേ സമയത്ത്
വമാ അമിനഹു ഇല്ലാ മുനാഫിഖുൻ. മുനാഫിക്കിന് അങ്ങനെ യാതൊരു പേടി ഉണ്ടാവില്ല. ഇതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, ഹുദൈഫ, നിങ്ങൾക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ മുനാഫിക്കീങ്ങളെ കൂട്ടത്തിൽ എണ്ണിയതായിട്ട് വല്ലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മസ്ജിദുൻ നബവിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ ഉമർ ഫാറൂഖ് തങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ചില മയ്യത്ത് നിസ്കരിക്കുകയില്ല. അദ്ദേഹം അങ്ങനെ വെറുതെ അങ്ങ് ഒഴിഞ്ഞു പോകും. അപ്പോൾ ഉമർ ഫാറൂഖിന് മനസ്സിലാകും ഇയാൾക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, ഉമർ ഫാറൂഖ് നിസ്കരിക്കൂല. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സിറുകൾ സ്വായത്തമാക്കിയ ഒരു സ്വഹാബിയാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. സാഹിബു സിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടത്തോട് ചോദിച്ചതാണ്, ഈ ഫിത്നയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അപ്പോ മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യുഫ്തനു റജുലു ഫീ അഹ്ലിഹി വമാലിഹി. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബത്തിലും സമ്പത്തിലും നിരന്തരമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. മുഅ്മിനായ മനുഷ്യന്മാർക്ക് അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. സമ്പത്തിലുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, കഷ്ടപ്പാടുകളും അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകും. യുക്കഫിറു വസ്സലാത്തു ഫസ്സൗം. ഒട്ടുമിക്ക ഫിത്നകളെയും പരിഹരിച്ചു പോകും നിസ്കാരങ്ങളും നോമ്പുകളും. നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഇതൊക്കെ മനുഷ്യന്റെ കുടുംബത്തിലും സമ്പത്തിലുമൊക്കെയുള്ള ഒത്തിരി പ്രയാസങ്ങളെയൊക്കെ പ്രതിസന്ധികളെയൊക്കെ പരിഹരിക്കുന്നതാണ്. എപ്പോഴും മനസ്സിലാക്കണം, ഈ ദുനിയാവ് പ്രതിഫലത്തിന്റെ വീടല്ല. എങ്കിൽ തന്നെയും സഹോദരന്മാരെ, വളരെ നല്ല ചിട്ടയിലും മതബോധത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നല്ല ഭക്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചു വരുന്നൊരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും വഴികേടുകൾ ചെയ്താൽ, അവരിൽ തിന്മകൾ സംഭവിച്ചാൽ ആ കുടുംബത്തിൽ ഭയങ്കരമായ ഫിത്നകളും പരീക്ഷണങ്ങളും ഉണ്ടാകും. അതേ സമയത്ത് തീരെ മതബോധമില്ലാത്ത, തീരെ ധാർമ്മികതയില്ലാത്ത കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് അത്തരം ഫിത്നകളോ പരീക്ഷണങ്ങളോ ഉണ്ടാവണമെന്നില്ല. അതേ സമയത്ത് നല്ലവരാണെങ്കിൽ ചെറിയൊരു കംപ്ലൈന്റ് വന്നാൽ, ഒരു നല്ല കുടുംബം, എല്ലാവരും നിസ്കരിക്കുന്നവരാണ്, മതബോധമുള്ളവരാണ്, കൂട്ടത്തിൽ ഒരു മകനെങ്ങാനും വിലങ്ങായി പോയാൽ, കുടിയനായി പോയാൽ, നിസ്കരിക്കാത്തവനായി പോയാൽ ആ കുടുംബത്തിൽ വലിയ ഫിത്നകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. യുകഫിറുഹു സ്വലാത്തു വസ്സൗം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അതിനെ സംബന്ധിച്ചല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഫിത്നതൻ തമുജു കമൗജിൽ ബഹരി. സമുദ്രത്തിലെ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ മറ്റൊന്നായി അലയടിച്ച് വരുന്ന ഫിത്നയെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം എത്ര അർത്ഥവത്താണ്. സമുദ്രത്തിലെ തിരമാലകൾ, അത് നിൽക്കുന്ന കാലമില്ല. എല്ലാ കാലത്തും തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കും. അതേ സമയത്ത് എല്ലാ കാലത്തും തിരമാലകൾ ഇങ്ങനെ അലയടിക്കുമെങ്കിലും, എല്ലാ സ്ഥലത്തും തിരമാലകൾ ഉണ്ടാകുമെങ്കിലും എല്ലായിടത്തും ഒരുപോലെയല്ല. തിരമാല വളരെ കൂടുതലാകുന്ന സ്ഥലങ്ങളുണ്ട്, അത്ര തിരമാല സ്ട്രോങ് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. എല്ലാ കാലത്തും ഒരുപോലെയല്ല. തിരമാലകൾ വളരെ ശക്തി പ്രാപിക്കുന്ന സമയങ്ങളുണ്ട്. മൺസൂൺ സീസണിലൊക്കെ വല്ലാതെ തിരമാലകൾ ശക്തിയാകുന്നതാണ്. അതേപോലെ തന്നെ എത്ര വലിയ തിരമാലകൾ ഉണ്ടെങ്കിലും അതേ ആ തിരമാലകളൊക്കെ അതിജീവിച്ച് സമുദ്രത്തിൽ മുങ്ങിയിട്ട് മുത്തുവാരിക്കൊണ്ടുവരുന്നവരുണ്ട്, മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്നവരുണ്ട്, ആ തിരമാലകൾ അതിജീവിക്കുന്നവരുണ്ട്. ഇതെല്ലാം അർത്ഥവത്താക്കിയിട്ടാണ് ഉമർ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ഫിത്നയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അതൊന്ന് പറഞ്ഞു തരുമോ? അതെനിക്കറിയാം.
ആ ഫിത്നയെ സംബന്ധിച്ച് മുത്തുനബി പറഞ്ഞത് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആ ഫിത്നയുടെയും നിങ്ങളുടെയും ഇടയ്ക്ക് ഒരു കവാടമുണ്ട്, അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങളെ കാലത്ത് അത് തുറക്കപ്പെടൂല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുന്നു, അതല്ല ഹുദൈഫ, ആ വലിയ ഫിത്ന തുടങ്ങിയാൽ പിന്നെ അവസാനിക്കാത്ത ഫിത്ന, ഏറുകയും കുറയുകയും ചെയ്യുന്ന ഫിത്ന, കാലങ്ങളിലും അതുപോലെ സ്ഥലങ്ങളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഫിത്ന, ആ പരീക്ഷണങ്ങളുടെ ഇടയ്ക്കുള്ള കവാടം അത് തുറക്കപ്പെടുമോ അതോ അത് പൊളിക്കപ്പെടുമോ? ബൽ യുക്സറു, ആ കവാടം തുറക്കുകയല്ല, അത് പൊളിക്കപ്പെടുകയാ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ആ കവാടമെങ്ങാനും തുറക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കൽ അടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടാമായിരുന്നു. പക്ഷേ കവാടം പൊളിക്കപ്പെടുന്നത് കൊണ്ട് ഇനി അടക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ വലിയ ഫിത്നകളാണ് ഉമ്മത്തിന് വരാൻ പോകുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട്, മുസ്ലിമാത്തുകളോട്, എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശാന്തമായ ഒരു അന്തരീക്ഷം, പ്രശ്നങ്ങളില്ലാത്ത, അതേ പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും എല്ലാ അർത്ഥത്തിലും ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലം ഇവിടെ സംജാതമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. നടക്കൂല. മാമിൻ യൗമിൻ ഇല്ലാ വബഅദഹു ശർറും മിൻഹു. വരുന്ന നാളുകളിലേക്ക് നോക്കുമ്പോ കഴിഞ്ഞുപോയ ഇന്നലകള് എത്രയോ ഖൈറാ, എത്രയോ ഗുണകരമാ. ഇങ്ങനത്തെ ഫിത്നകൾ ഇവിടെ വരുമെന്ന് മുത്തുനബി സൂചിപ്പിച്ചപ്പോ അലിയാർ തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമൽ മുഖ്ലിസു മിൻഹാ വമൽ മുഖ്രിജു മിൻഹാ. ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് തങ്ങൾക്ക് ഞങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്? തങ്ങൾ എന്താ ഞങ്ങളോട് പറയുന്നത്? രക്ഷപ്പെടണ്ടേ, മരിക്കുന്നത് വരെ ജീവിക്കണ്ടേ, ഈമാൻ തെറ്റിപ്പോകാതെ, ആഖിറം നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഹബീബ് പറഞ്ഞ മറുപടി, അലിയേ കിതാബുല്ലാഹ് ഫീഹി നബഉ മൻ കാന ഖബ്ലകും വഖബറു മൻ കാന ബഅദകും വഹുവൽ ഫസ്ൽ വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ വദിക്റുൽ ഹകീം. അലിയേ, ആ കാലത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പടച്ചറബിന്റെ ഖുർആനില്ലയോ? അത് വഹുവൽ ഫസ്ൽ, എല്ലാ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഗ്രന്ഥമാണത്. വലൈസ ബിൽ ഹസ്ൽ, അതിലൊന്നും കെട്ടുകഥകളല്ല, വാറോലകളല്ല, പുരാണങ്ങളല്ല, നോവലുകളല്ല. ഫീഹി നബഉ മൻ കാന ഖബ്ലകും, നിങ്ങളെ പൂർവീകർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും രത്നച്ചുരുക്കം അതിൽ വിവരിച്ചിട്ടുണ്ട്. അതേവ ഖബറു മൻ കാന ബഅദകും, ഇനി ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതും അതിന്റെ പ്രതിവിധിയുടെയും രത്നച്ചുരുക്കം ഈ ഗ്രന്ഥത്തിലുണ്ട്. ദിക്റുൽ ഹകീം, വല്ലാത്ത ഹിക്മത്തുള്ള ഉപദേശമാണത്, വല്ലാതെ ഹിക്മത്തുള്ള ഉപദേശങ്ങളാണ്. വബിലുല്ലാഹിൽ മതീൻ, ഒരിക്കലും പൊട്ടിപ്പോകാത്ത, മുറിഞ്ഞു പോകാത്ത, തകർന്നു പോകാത്ത റബ്ബിന്റെ കയറാ. അത് മുറുകെ പിടിച്ചോ, അത് പരിഹാരമാ. മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് പരിഹാരമാണ്. സർവ്വ വിഷയങ്ങൾക്കും അത് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതണം, ഖുർആൻ കേൾക്കണം, ഖുർആൻ പഠിക്കണം. ഖുർആൻ കേൾക്കണം.
ഖുർആൻ കേൾക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത് എന്നാണ്. അതുകൊണ്ടല്ലേ കാലച്ചെറുപ്പത്തിൽ നമ്മുടെ മാർക്ക കല്യാണം കഴിഞ്ഞ 5 വയസ്സോ 7 വയസ്സോ ഒക്കെ ഉള്ളപ്പോ മാർക്ക കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത വെള്ളിയാഴ്ച നമ്മൾ കാരണവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപ്പയുടെയോ ഉപ്പയുടെയോ കൈപിടിച്ച് ആദ്യമായി പള്ളിയിൽ പോയൊരു ദിവസമുണ്ട്. ആദ്യം ജുമാക്ക് പോയൊരു ദിവസമുണ്ട്. ആ ജുമാക്ക് പോയതെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അന്നു മുതൽ വെള്ളിയാഴ്ച വാങ്ക് വിളിച്ച ഉടനെ സുന്നത്ത് നിസ്കാരത്തിനു ശേഷം ഒരു മുഅദ്ദിൻ അല്ലെങ്കിൽ സമാനമായ ഒരാൾ വാള് പോലത്തെ ഒരു വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതിക്കേൾപ്പിച്ച ഒരായത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ആരോദിയാലുമില്ല, ആര് ഓതിയാലും എവിടുന്ന് ഓതിയാലും ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ ലഹു, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതു, മിണ്ടാതിരിക്കണം. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ഖുർആൻ ഓതുന്നതിന്റെ ഇടയിൽ വെച്ച് സംസാരിക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ അറ്റൻഡ് ചെയ്യരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാളോട് സംസാരിക്കരുത്, സലാം മടക്കരുത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവനോട് സലാം പറയേണ്ടതില്ല, പറഞ്ഞാൽ മടക്കേണ്ടതില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വന്നാലും എഴുന്നേൽക്കേണ്ടതില്ല. അത് ഖുർആനോടുള്ളൊരു ബഹുമാനമാണ്. സഹോദരന്മാരെ, ഒരു മുസ്ഹഫ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണം. ഇതിന്റെ അപ്പുറം മറ്റേ അറ്റത്തുള്ളത് ആരാണ്? റബ്ബുൽ ഇസ്സത്താണ്, മഹാനായ റബ്ബുൽ ഇസ്സത്താണ്. ആ അല്ലാഹുവിന്റെ കലാമാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ കലാം അല്ലാഹുവുമായിട്ട് ഒരു ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണിത് എന്ന ബോധം വേണം. ഖുർആനോട് എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ആദരവ് വേണം. ചില ആളുകൾക്ക് വെള്ളിയാഴ്ചക്ക് സൂറത്തുൽ കഹ്ഫ് ഓതുന്ന ഏടുമായിട്ട് ഇങ്ങനെ നടക്കുന്ന പുസ്തകം കൊണ്ടുപോകുന്നത് പോലെയാണ്. അല്ലാഹു ചെയ്യാൻ പാടില്ല. ഖുർആൻ വലിയ ബഹുമാനമാണ്. അതിനെ നമ്മുടെ നെഞ്ചോട് ചേർത്തി പിടിച്ചിരിക്കണം. ഖുർആൻ നിലത്ത് വെച്ചുകൊണ്ട് തിലാവത്തിന്റെ സുജൂദ് ചെയ്യരുത്. മുസ്ഹഫ് അതിന്റെ മുകളിൽ കണ്ണട വെക്കരുത്. മുസ്ഹഫ് വെക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു പെട്ടിയാണ്. എങ്കിൽ പഴയകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ അതിന് പ്രത്യേകം പെട്ടിയും പ്രത്യേകം ഉറയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നൊക്കെ പോയി. ആ ഖുർആൻ വെക്കാൻ വേണ്ടി മാത്രം പള്ളിയിലൊക്കെ ഉണ്ടാക്കപ്പെട്ട ഒരു പെട്ടിയാണെങ്കിൽ ആ പെട്ടിയിൽ മുസ്ഹഫ് ഉള്ളതിനോട് കൂടെ പെട്ടി തൊടാൻ പാടില്ല. എന്നിട്ടല്ലേ മുസ്ഹഫ് തൊടുന്നത്? അത്ര വലിയ ബഹുമാനമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഖുർആനോട് ബഹുമാനം കാണിച്ചതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ട പല ആളുകളുമുണ്ട് ചരിത്രത്തിൽ കാണാൻ. ഞാൻ ചരിത്രം പറയാനല്ല, ഞാൻ എന്റെ വിഷയം പറയുകയാണ്. അപ്പൊ ഖുർആനാണ് ഏറ്റവും മുസ്ലിം ഉമ്മത്തിന് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടി മുറുകെ പിടിക്കാനുള്ള ഒരു ഹേതുകം. അത് മുറുകെ പിടിച്ച് ജീവിക്കണം. ആ ഖുർആൻ ഓതുന്ന വീടുകളിൽ പിന്നെ പ്രതിസന്ധികൾക്ക് തരണം ചെയ്യാൻ വേണ്ടി എവിടെയും പോകേണ്ടി വരില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു മേഖലയാണത്. എല്ലാ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഓരോ സ്ഥലങ്ങളിലും കണ്ടമാനം ചികിത്സകളും ആത്മീയതയെ ചൂഷണം ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു മേഖലയാണത്. ആ മേഖലയിൽ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനൊക്കെ കാലം നേരത്തെ ബുക്ക് ചെയ്തു. അല്ലാതെയും നമ്മുടെ സഹോദരിമാർ അല്ല, നമ്മുടെ സഹോദരന്മാർ അല്ല, ഒരു വേള എന്നെ പോലെ കുറെ കിതാബൊക്കെ ഓതിയവര് വരെ, ഏറെക്കുറെ കിതാബ് ഓതിയ ആളുകൾ വരെ ആ ചൂഷണത്തിന് വിധേയമാക്കപ്പെടാറുണ്ട്. മക്കളെ, ഈ ഖുർആൻ വളരെ കൃത്യമായി ഓതുന്നവരാണോ, വിശുദ്ധ ഖുർആനോടുള്ള ബന്ധം പുലർത്തുന്നവരാണോ? ഇല്ല ഇല്ല.
ഒരു പ്രതിസന്ധിയുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സദുർനുബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു വാക്ക് തെറ്റിയിട്ടില്ല, തെറ്റുകയില്ല. മുഅ്തദ് രണാങ്കണത്തിലേക്ക് സമരത്തിന് വിടുന്ന സ്വഹാബാക്കൾ, അതേ റോമാ സാമ്രാജ്യത്തിന്റെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരോട് പടപൊരുതാൻ വേണ്ടിയിട്ട് സഹാബത്തിനെ പറഞ്ഞയക്കുന്ന മുത്തുനബിയാണ്. മുഅ്തദിലേക്ക് പറഞ്ഞയക്കുമ്പോ അവിടുന്ന് പറയുകയാ, ലക്ഷക്കണക്കിന് റോമാ സാമ്രാജ്യത്തിന്റെ പട്ടാളക്കാരെ നേരിടുമ്പോൾ കൊടി പിടിക്കേണ്ടത് മഹാനായ ജഅഫറാ. ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായി കഴിഞ്ഞാൽ നിമിഷനേരം കാത്തു നിൽക്കരുത്, ആ പതാകയേറ്റി പിടിക്കേണ്ടത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് ഷഹീദായി കഴിഞ്ഞാൽ പിന്നീട് ആ പതാക ഏറ്റുപിടിക്കേണ്ടത് സയ്യിദ് ഇബ്നു ഹാരിസയാ. അദ്ദേഹവും ഷഹീദായി കഴിഞ്ഞാൽ പിന്നത് പിടിക്കേണ്ടത് മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ്. ആ ഖാലിദ് വലീദ് പതാക പിടിക്കലോടുകൂടി യുദ്ധം ഫത്ഹാകുന്നതാ, റോമാ സാമ്രാജ്യത്തിന്റെ പട്ടാളം ചിതറിയോടുന്നതാ, യുദ്ധത്തിൽ വഴിത്തിരിവുണ്ടാകുന്നതാ, മുസ്ലിം ഉമ്മത്ത് വിജയിച്ചടക്കുന്നതാ. മക്കളെ, ഈ സഹാബത്തിന് തീർത്തും ബോധ്യമാണ്, ഞാനിനി തിരിച്ചു വരൂല. ജഅഫർ തങ്ങൾക്കറിയാ, അവിടെയാ സഹാബത്തിന്റെ ആത്മവീര്യം. ഞാൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ പോവുകയല്ല. മഹാനായ ജഅഫർ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് യാത്ര പറയുമ്പോൾ ഭാര്യന്റെ ഒക്കത്തിരിക്കുന്ന പിഞ്ചു പൈതൽ കരഞ്ഞുകൊണ്ട് ജഅഫർ തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മതാ തജീ, ഉപ്പ എപ്പോഴാ തിരിച്ചു വരിക? ആ ചോദ്യം ചോദിച്ച് അതാ പൊട്ടിക്കരഞ്ഞ കുഞ്ഞിനോട് അതാ മുഖത്തേട് മുഖം ചേർത്തി വെച്ച് ചുംബനം ചെയ്ത് പിരിഞ്ഞു പോന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലിയ പട്ടാളക്കാരോട് രണാങ്കണത്തിലിറങ്ങിയിട്ട് പോരടിക്കുമ്പോൾ, അല്ലാഹു വാളിന്റെ വാഴ്ത്തല കൊണ്ട് വീരേതിഹാസം രചിക്കുമ്പോൾ, ആ മിന്നിത്തിളങ്ങുന്ന വാളിന്റെ താഴ്ഭാഗത്തേക്ക് തല നീട്ടിക്കൊടുക്കുമ്പോൾ ചിന്ത വന്നില്ല. തന്റെ പ്രിയപ്പെട്ട പൊന്നോമനയുടെ പുഞ്ചിരിക്കുന്ന പൊന്നോമനയുടെ ആ കരച്ചിൽ തന്റെ മുഖത്ത് തെളിഞ്ഞില്ല, പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം തെളിഞ്ഞില്ല. അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാ. ഹബീബ് പറഞ്ഞതുറപ്പാ, അതുപോലെ സംഭവിക്കുകയാ. ഒരു ഉദാഹരണം പറഞ്ഞതാ. ഈ ഹബീബ് പറഞ്ഞൊരു വാക്ക് ലോകത്ത് തെറ്റിയിട്ടില്ല. ഇതുപോലെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ആയിരക്കണക്കിന് സ്വഹാബാക്കളോട് അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, പ്രഭാഷണം നടത്തുമ്പോ സദസ്സിൽ ഒരാൾ വന്ന് നിൽക്കുന്നു. ആ സദസ്സിൽ വന്നിരിക്കുന്ന ആളോട് മുത്ത് റസൂലുള്ളാഹിന്റെ വാക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, നീ എന്നെ കൊല്ലാൻ വന്നതാണല്ലേ? നടക്കൂല, നിന്റെ താടിയും മുടിയും ഒക്കെ ഒന്ന് നന്നാക്കി വാ, നീ ഒരിക്കലും എന്നെ കൊല്ലാൻ നിനക്ക് കഴിയില്ല. അന്നത്തെ കിസ്റാ ചക്രവർത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിയിൽ കൂടി കൊലപ്പെടുത്താൻ വേണ്ടി ശിർവഹി പറഞ്ഞു വിട്ടതാ. ഹബീബിനെ കൊല്ലാൻ പറഞ്ഞു വിട്ട വാടക കൊലയാളിയാ. എഴുന്നേൽക്ക് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സദസ്സിൽ നിന്ന് പറയുകയാ. നീ ചെന്നിട്ട് നിന്നെ പറഞ്ഞയച്ച ശിർവഹിയോട് പറ, അതേ ഇന്ന് മുതൽ 6 മാസം തികയുമ്പോ നിന്റെ സ്വന്തം മകനാൽ കൊല്ലപ്പെടുമെന്ന് പറ. താമസിയാതെ മകനും കൊല്ലപ്പെടുമെന്ന് പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അന്ന് മുതൽ റജബ് മാസം സഫറിലാണ്. റജബ് മാസം 6-ാം തീയതി വരെ 5-ാം തീയതി രാത്രി വരെ ഒരു ചലനവും ഉണ്ടായില്ല. അദ്ദേഹത്തിന് ബോധ്യം വന്നു. എത്ര സ്പഷ്ടമായിട്ടാണ് തങ്ങൾ ഇത് പറഞ്ഞത്. ഇതൊരു സാധാരണ മനുഷ്യനല്ല, കൊല്ലാൻ കഴിയില്ല. ഹബീബായ മുത്തുനബിയെ സംബന്ധിച്ച് അവിടുന്ന് പ്രസവിക്കപ്പെടുന്നതിന് 700 കൊല്ലം മുമ്പ്
തന്റെ പ്രിയപ്പെട്ട ഉപ്പ കഅബ് പാടിയിട്ടുണ്ട്. അലാ ഫത്റത്തിൻ യഅ്തിൻ നബിയു മുഹമ്മദു വയുഖ്ബിറു അഖ്ബാറൻ സദൂഖുൻ ഖബീറുഹാ. അല്ലാഹുവിന്റെ റസൂൽ പ്രസവിക്കപ്പെടുന്നതിന്റെ 700 കൊല്ലം മുമ്പ് ജീവിച്ചു മരിച്ചുപോയ കഅബ് അവിടുത്തെ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന മുത്തനബിയെ കുറിച്ച് പാടുകയാണ്. അതുകൊണ്ടല്ലേ എല്ലാ വെള്ളിയാഴ്ച ദിവസവും അന്ന് കഅബ് കുടുംബത്തിൽപ്പെട്ട ബന്ധത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ ഹബീബിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടല. അങ്ങനെ ഒരുമിച്ച് കൂടി ആ ദിവസത്തിന്റെ പേര് വന്നതാ യൗമുൽ ജുമുഅ. അന്നേ അതിന് യൗമുൽ ജുമുഅ എന്നാ പേര്. വെള്ളിയാഴ്ച ജുമുഅ തുടങ്ങിയതിന് ശേഷമല്ല ഈ ദിവസത്തിന് യൗമുൽ ജുമുഅ എന്ന് പേര് കിട്ടിയത്. അതിന്റെ മുമ്പ് തന്നെ ഈ ദിവസത്തിന്റെ പേര് യൗമുൽ ജുമുഅ. അന്ന് കഅബ് ഒരുമിച്ച് കൂട്ടിയത് കൊണ്ടാ ഒരുമിച്ച് കൂടുന്ന ദിവസമാ. ഹബീബിനെ കുറിച്ച് പറഞ്ഞ ദിവസമാ. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വാക്കാണ് അലാ ഫത്റത്തിൻ യഅ്തിൻ നബിയു മുഹമ്മദു വയുഖ്ബിറു അഖ്ബാറൻ സദൂഖുൻ ഖബീറുഹാ. ആ മുഹമ്മദ് നബി ഒരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റിപ്പോവുകയില്ല. അത്ര കറക്റ്റാണ് കേട്ടോ. അതേ, ഈ വാക്ക് കേട്ടിട്ട് വാടക കൊലയാളി തിരിച്ചു പോയതാ. തന്റെ പട്ടാളത്തിന്റെ മേധാവിയോട് ചെന്ന് പറഞ്ഞതാ. അങ്ങനെ റജബ് മാസം 5-ാം തീയതി രാത്രി ഒന്നും നടന്നില്ല. പിറ്റേ ദിവസം ഹബീബ് പറഞ്ഞ ദിവസത്തിന് ഒരു ദിവസമേ ബാക്കിയുള്ളൂ. അതാ ശീർവഹിയുടെ മകൻ അമ്രുവൈഹി ഉപ്പയതാ തടങ്കലിലാക്കിപ്പോയി. തന്റെ പട്ടാളം അതാ ഉപ്പയുടെ കൈയും കാലും കെട്ടി കഴുമരത്തിന് തൂക്കിക്കൊല്ലുകയാ. ഹബീബ് പറഞ്ഞത് നടക്കുകയാ. അങ്ങനെ ആ കറക്റ്റ് ദിവസം വന്നപ്പോൾ തന്റെ മകന്റെ പട്ടാളം അതാ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുന്നു. പെടഞ്ഞ് മരിക്കുന്നു. കഴുമരത്തിൽ കടന്നുകൊണ്ട് ഉപ്പാ മരണത്തിന് കീഴടങ്ങുമ്പോൾ കൊട്ടാരത്തിൽ കൂടി സന്തോഷത്തോടെ ഉലാത്തുന്ന അമ്രുവൈഹി പെട്ടെന്ന് കണ്ടത് അതാ അത് ഷോക്കേഴ്സിൽ വെച്ചിരിക്കുന്നു ഒരു മരുന്ന്. ആ മരുന്നിൻ കുപ്പിയുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നു, പുറത്തെഴുതി വെച്ചിരിക്കുന്നു ഇത് വലിയ ഉത്തേജക മരുന്നാണ്. ഈ ഉത്തേജക മരുന്നെന്ന് പേരെഴുതി വെച്ചിരിക്കുന്ന മരുന്നെടുത്തിട്ട് മകൻ അമ്രുവൈഹി പറയുകയാണ്, എന്റെ ഉപ്പാ ഇത്രയും അധികം ദാസിമാരെ സ്ത്രീകളെ പ്രാപിച്ചിരുന്നത് ബന്ധപ്പെട്ടിരുന്നത് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാ. പറയലും മരുന്ന് കുടിക്കലും ആ നിമിഷം തന്നെ അത്യുഗ്രശേഷിയുള്ള വിഷമായതുകൊണ്ട് മരിച്ചുപോയി. ഒരു ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ അതാ തന്റെ പട്ടാളക്കാര് കഴുമരത്തിൽ തൂക്കിലേറ്റിക്കൊല്ലുന്നു. കഴുമരത്തിൽ കിടന്ന് മരിക്കുന്നു. കൊട്ടാരത്തിൽ കിടന്ന് അതാ അമ്രുവൈഹിയും മരിക്കുന്നു. തെറ്റിയിട്ടില്ല. ഈ ഹബീബ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അത് തെറ്റുന്നതല്ല, തെറ്റിയിട്ടില്ല. അതേ, ആ മുത്തുനബി പറഞ്ഞതാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, അൽ ബഖറ സൂറത്ത് ഓതുന്നൊരു വീടാണോ? അവിടെ സാഹിര്യങ്ങളില്ല. സാഹിര്യങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സിഹർ ബലിക്കൂല. വിശുദ്ധ ഖുർആൻ ഓതുന്ന വീട്ടിലെന്നും റഹ്മത്താണ്, പ്രകാശമാണ്. എത്രയെത്ര ഹദീസുകളാണ്, എത്രയെത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാസായിട്ടും അമ്മായിട്ടും എത്രയാ പഠിപ്പിച്ചത്. ഈ ഖുർആനൊക്കെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പല പ്രശ്നപരിഹാരം തേടിപ്പോകുന്ന പെങ്ങളെ മുസ്ലിമേ, കിതാബുല്ലാഹ് ഈ വിശുദ്ധ ഖുർആൻ
അത് ഓതേണ്ടതില്ലയോ? പ്രസവിച്ചു കിടക്കുന്ന പെണ്ണ് ദീർഘമായ 40 ദിവസം ഖുർആൻ ഓതാതെ കഴിഞ്ഞു പോകുന്നത് കൊണ്ട്, ഖുർആൻ ഓതാൻ പറ്റാത്തത് കൊണ്ട് നബവി ഇമാം പറയുന്നു, നല്ലപോലെ ഖുർആൻ ഓതുന്ന ഒരാള് ഓതുന്നത് കേൾക്കേണ്ടതാ, ഓതാൻ കഴിയാത്തവര് ഓതുന്നത് കേൾക്കേണ്ടതാ. അത്രക്കും ഈ ഖുർആനുമായിട്ട് ബന്ധമുണ്ടാവേണ്ടതാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് കനത്ത 2 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം. അത് വളരെ വിശദീകരിക്കേണ്ട, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. രണ്ടാമതൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയുമോ? അഹ്ലു ബൈത്തി, എന്റെ അഹ്ലു ബൈത്താണ്. ഈ ഖുർആൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ, ഈ ഖുർആന്റെ അമാനുഷികത നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ, ഈ ഖുർആന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്റെ പകരമായി, എന്റെ പകരക്കാരായി എന്റെ മക്കളാ, അവരെന്റെ മക്കളാ, അവരെന്റെ പ്രതിനിധികളാ, അവരാണിത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത്. അതേ, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത, ഖുർആനിന്റെ പ്രത്യേകത, ഖുർആനിന്റെ അതിന്റെ ശക്തി ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് മുത്തുനബിയല്ലേ. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദൗത്യം നിർവഹിക്കുന്നതിന് എന്റെ പകരക്കാരായി എന്റെ മക്കളെ ഞാനിവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. കേൾക്കണോ? ആരാ സഹോദരാ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നത്? മുസ്ലിമീങ്ങളെ, ഹബീബ് റസൂലുള്ളാഹ്. അഹ്ലു ബൈത്ത് എന്റെ പകരക്കാരാണ്. ഈ ഖുർആനിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ദൗത്യം അഹ്ലു ബൈത്തിനാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ 1000 വാത്തി വന്നിട്ട് കാര്യമല്ല. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ ഒരു വാത്തി വരിക മതി, ഷിഫ് പറഞ്ഞാൽ അപ്പം മാറും. അതെന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര സംഭവങ്ങൾ. എല്ലാ അഹ്ലു ബൈത്തിനും ജോലി അതാണല്ലോ. ആർക്കാണ് ഈ അഹ്ലു ബൈത്ത് എന്ന് പറയുക? അഹ്ലു ബൈത്ത് എന്നതിന്റെ അർത്ഥം നബി കുടുംബം എന്നല്ല. നബി കുടുംബം എന്ന് പറയുന്നത് വേറെ ഒന്നാണ്, അഹ്ലു ബൈത്ത് എന്ന് വേറെ ഒന്നാണ്. സാധാരണ നമ്മള് നബി കുടുംബം എന്ന് പറയുന്ന ആരാണ്? ആലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കാണ് ആലുൻ നബി കുടുംബം എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ്. ആലുൻ നബി എന്ന് പറയുന്നതും തങ്ങന്മാര് എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം. ആലുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അവർക്ക് വലിയ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നബി കുടുംബം. നബി കുടുംബത്തിന്റെ മേൽ പ്രാർത്ഥന നടത്താതെ നിസ്കാരം ശരിയാവില്ല. നമ്മളൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ആലി മുഹമ്മദ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ആ കുടുംബത്തിന് സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിസ്കാരം സഹിയാവുകയില്ല. എല്ലാ വിഷയത്തിനും സലാത്തിന്റെ ഒക്കെ നബി കുടുംബത്തിന്റെ മേൽ സലാത്ത് ചെല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, മൻ അറാദ അൻ യക്താന ബിൽ മിക്യാനിൽ ഔഫാ, വളരെ പൂർണ്ണമായ നിറഞ്ഞ പാത്രത്തിൽ പ്രതിഫലം അളന്നു കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവർ, സ്വലാത്ത് ചൊല്ലിയിട്ട് കിട്ടുന്ന പ്രാർത്ഥന നിറഞ്ഞ് അളന്ന് പൂർണ്ണമായി കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ചൊല്ലണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. കുടുംബമില്ലാതെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം സ്വലാത്ത് പൂർണ്ണമായ സ്വലാത്തല്ല. പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാത്തതുണ്ട്.
സ്വലാത്തും സലാമും തമ്മിൽ തനിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അങ്ങനെ പ്രത്യേകം വാരിതായി വന്ന സ്ഥലങ്ങളിലല്ലാതെ സ്വലാത്ത് ചെല്ലുന്നിടത്തൊക്കെ സലാമും ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് ചൊല്ലിയാൽ പരിപൂർണമാകുന്നതല്ല. മറിച്ച് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സ്വലാത്തിനെ തൊട്ട് സലാമിനെ തനിപ്പിക്കരുത്. സ്വലാത്ത് ചെല്ലുന്നിടത്ത് സലാമും ചൊല്ലണം. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ സ്വലാത്ത് ചെല്ലുന്നിടത്ത് സലാമില്ല. അത് അത്തഹിയ്യാത്തു നേരത്തെ സലാം പറഞ്ഞതുകൊണ്ടാണ് എന്ന് അയിമ്മത്ത് വിശദീകരിച്ചത്. ഇന്ന് പലപ്പോഴും അങ്ങനൊന്നും ആളുകൾ ശ്രദ്ധിക്കാറില്ല. സ്വലാത്തും സലാമും കൂടെ ചെല്ലേണ്ടതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചെല്ലേണ്ടതാണ്. പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്തിൽ സുന്നത്തില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഒഴിച്ച്, ഉദാഹരണത്തിന് ഇഖാമത്തിന്റെ മുമ്പ് സ്വലാത്ത് എന്നൽ സുന്നത്തുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ മാത്രമാണ്. നബി കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ ഇഖാമത്തിന്റെ മുമ്പ് സുന്നത്തില്ല. അതുകൊണ്ട് ഇഖാമത്ത് ചെല്ലുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ എന്ന് പറയേണ്ടതില്ല. അവിടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നേ പറയേണ്ടതുള്ളൂ. വഅലാ ആലി മുഹമ്മദിൻ എന്ന് കൂട്ടി പറയേണ്ടതില്ല. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലുമ്പോ സ്വലാത്തിന്റെ പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ ഹബീബിന്റെ കുടുംബത്തിന്റെ മേലും സ്വലാത്ത് ചെല്ലേണ്ടതാണ്. അല്ലാഹ് ആർക്കാണ് ഈ നബി കുടുംബം എന്ന് പറയുന്നത്? അതൊന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മൂന്നാമത്തെ ഉപ്പാപ്പ അബ്ദു മനാഫ്. അബ്ദു മനാഫിന് 4 മക്കളുണ്ട്. ഒന്ന് ഹാഷിം, മറ്റൊന്ന് മുത്തലിബ്, മറ്റൊന്ന് അബ്ദു ഷംസ്, മറ്റൊന്ന് നൗഫല്. ഇങ്ങനെ 4 മക്കളാണ് അബ്ദു മനാഫിനുള്ളത്. ഈ അബ്ദു മനാഫിന്റെ 4 മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു ഹാഷിം എന്ന് പറയുന്ന ഒരു മകൻ, അതുപോലെ തന്നെ മുത്തലിബ് എന്ന് പറയുന്ന ഒരു മകൻ. ഈ 2 മക്കളുടെ സന്താന പരമ്പരയിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് പറയുന്ന പേരാണ് നബി കുടുംബം. വളരെ ശ്രദ്ധിക്കേണ്ടതില്ലേ? ഈ ഒരു ഉപ്പയുടെ 4 മക്കളിൽ നിന്ന് 2 മക്കളുടെ സന്താന പരമ്പരകൾക്ക് മാത്രമുള്ള പരമ്പരയിൽപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് നബി കുടുംബം എന്ന് പറയുന്നത്. അതേ സമയത്ത് അബ്ദു ഷംസിന്റെ മക്കൾക്ക് ആ പ്രത്യേകതയില്ല, നൗഫലിന്റെ മക്കൾക്ക് ആ പ്രത്യേകതയില്ല. ആ സന്താന പരമ്പരയിലോ വലിയ വലിയ മഹാന്മാരുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതേ അബ്ദു ഷംസിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹു നൗഫലിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഇങ്ങനെ ബദരീങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ധാരാളം വലിയ വലിയ മഹാന്മാര് ആ പരമ്പരയിലുണ്ട്. അവർക്ക് നബി കുടുംബം എന്ന പ്രത്യേകതയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങള്, ജുബൈർ ഇബ്നു മുത്ഇം തങ്ങള് ഹബീബായ മുത്തുനബിയോട് ചോദിച്ചിരുന്നു, അല്ലാഹ് ഹാഷിമിന് മുത്തലിബിനേക്കാൾ പ്രത്യേകതയുണ്ടെന്നറിയാം. തങ്ങൾ ഹാഷിമി പരമ്പരയിൽപ്പെട്ടതാണ്. ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിയുടെ മോനല്ലേ മുത്തു മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഹാഷിം നിങ്ങളെ ഉപ്പുപ്പയാണ്. ആ നിലയ്ക്ക് ഹാഷിമിന്റെ മക്കൾക്ക് പ്രത്യേകതയുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. അതേ സമയത്ത് മുത്തലിബിന്റെ മക്കളോ, മുത്തലിബ് ഹാഷിമിന്റെ ചേട്ടനല്ലയോ? ഈ മുത്തലിബിന് എങ്ങനെയാണ് ഈ പ്രത്യേകതയുണ്ടായത്? ഹബീബായ മുത്തു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. മുത്തലിബിന്റെ മക്കൾക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ അബ്ദു ഷംസിന്റെ മക്കൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല? നൗഫലിന്റെ മക്കൾക്ക് എന്തുകൊണ്ടുണ്ടായില്ല? ഞങ്ങളും അതേപോലെ തന്നെ ഒരു ഉപ്പാന്റെ മക്കളല്ലേ മുസ്ലിമീങ്ങളെ. അത് ചെറിയൊരു കാര്യമല്ലല്ലോ. കോടിക്കണക്കിന് ആളുകൾ ഖിയാമത്ത് നാൾ വരെ കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുകയോ പ്രാർത്ഥന ലഭിക്കുകയോ ആ വിടവ് നികത്താൻ പറ്റുമോ? മാത്രമല്ല ആ കാലഘട്ടത്തിലൊക്കെ സമരാർജിത സമ്പത്തിന്റെ സ്വത്തിന്റെ കാര്യമായ വിഹിതം നബി കുടുംബത്തിനുള്ളതാണ്. അതും സാമ്പത്തികമായ നട്ടം ആ കാലഘട്ടത്തിലുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് തങ്ങളെ കുടുംബമായില്ല?
തങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് പെട്ടില്ല? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിരുന്നു. അതിന് ചരിത്രത്തിൽ ഒരു നിമിത്തമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിസന്ധി ഏൽക്കേണ്ടി വന്നത്, നേരിടേണ്ടി വന്നത് അവിടുത്തെ കുടുംബത്തിൽ നിന്നാണ്, ഖുറൈശികളിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങാടിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ, തെരുവിൽ ആക്ഷേപിക്കപ്പെടുമ്പോ, ഏതാനും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളല്ലേ, കുടുംബപരമായിട്ടൊരു സെറ്റപ്പ് വേണമല്ലോ. കുടുംബപരമായ സെറ്റപ്പ് വല്ലാത്തൊരു സെറ്റപ്പാണ്. ആ നിലക്കൊരു കുടുംബയോഗം വിളിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞങ്ങൾ അവരെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കാത്തവരുണ്ടെങ്കിലും ആ കുടുംബപരമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ അതെങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി ഒരു കുടുംബയോഗം വിളിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ അതാ ശത്രുക്കൾ ആക്ഷേപിച്ചത് കൊണ്ട് അബൂജഹൽ, അംർ ഇബ്നു ഹിശാം ആക്ഷേപിച്ച് വല്ലാതെ വശമാക്കിയത് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു തങ്ങൾ അറിഞ്ഞത് കൊണ്ടല്ലേ? അതിലൂടെയല്ലേ ഈ ബഹുമാനപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതൊക്കെ കുടുംബപരമായിട്ടുള്ള സെറ്റപ്പാണ്. അങ്ങനെ ഒരു കുടുംബയോഗം വിളിച്ചപ്പോ ആ കുടുംബയോഗത്തിൽ ഈ രണ്ട് പരമ്പര പങ്കെടുത്തില്ല. അബ്ദു ഷംസിന്റെ മക്കളും നൗഫലിന്റെ മക്കളും അന്നത്തെ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ വല്ലാത്തൊരു നഷ്ടമാണ്, നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. ഈ ഹബീബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ സന്താന പരമ്പരകൾക്ക് ആ പ്രത്യേകതയാണ്. വിശുദ്ധ ഹറമിലെ മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങള് അവിടുത്തെ ഇലാഹിന്റെ ശറഹിൽ പറയുന്നത് കാണാം. ഇമാം നബവി തങ്ങളെ ഇലാഹിന്റെ ശറഹ് എടുത്ത് രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ മക്കയിൽ ചെന്നാൽ എന്തൊരു വൃത്തിയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയിട്ട്, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ താമസിച്ചിട്ട്, ദിവസങ്ങളോളം താമസിച്ചിട്ട് എന്തെങ്കിലും മഴുക്കോ വൃത്തികേടോ ആ പരിസരങ്ങളിൽ കാണാൻ കഴിയില്ല. മാത്രമല്ല, ഏത് സംസ്കാരമില്ലാത്ത ആളും എന്ത് സംസ്കാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലും അതിനൊന്നും തന്നെ അവരൊന്നും പറയലില്ല. അത് മക്കക്കാരെ പ്രത്യേകതയാണ്. അവരതങ്ങ് വൃത്തിയാക്കുമെന്നല്ലാതെ, ഹറമിലെ ആളുകൾ അതങ്ങ് വൃത്തിയാക്കുമെന്നല്ലാതെ എന്തിനവിടെ തുപ്പിയെന്നോ എന്തിനാ വൃത്തികേട് അവിടെ ചെയ്തു എന്നോ അവിടെ ചോദ്യമില്ല. ആയിരക്കണക്കിന് ആളുകൾ 24 മണിക്കൂറും ഹറമും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാ. ഇങ്ങനെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഹറമിന്റെ മുറ്റത്ത്, അതിന്റെ പരിസരങ്ങളിൽ ആയിരക്കണക്കിന് പ്രാവുകൾ വരുന്നു. പ്രാവുകൾക്ക് യഥേഷ്ടം ഇതാ ഭക്ഷണം കൊടുക്കുന്നു, ഗോതമ്പും അരിയുമൊക്കെ വിതറിക്കൊടുക്കുന്നു. വളരെ താല്പര്യത്തോടുകൂടി, ആർക്കും തടസ്സങ്ങളില്ല. ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് രേഖപ്പെടുത്തുന്നു, എന്തേ അവിടെ പ്രാക്കൾക്ക് ഇങ്ങനെ ആദരവ് കിട്ടുന്നത്? പ്രാക്കൾക്ക് എന്താണ് ഇങ്ങനെ ഭക്ഷണം കിട്ടുന്നത്? പ്രാക്കളോടെന്ത് ബഹുമാനമാണ്? അവിടുത്തെ പ്രാക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് ഹിജറ പോകുമ്പോ, 6 സൗനിൽ ഒളിഞ്ഞിരിക്കുമ്പോ സമീപത്ത് കുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു എണപ്രാക്കൾ, ഈ എണപ്രാക്കൾ അവിടുന്ന് ചിന്തിച്ചു, ഈ വിഷയത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ആ പ്രാക്കൾ പ്രത്യേകമായി, അതേ പ്രാക്കൾ വന്ന് കയറുന്ന വീട്ടിൽ പുണ്യമുണ്ടെന്ന് പറയുന്നത് കാണാം. അത് വളർത്തുന്ന പ്രാക്കളല്ല. ആ പ്രാക്കൾ ജനവാസമുള്ള സ്ഥലങ്ങൾ എങ്ങനെ
ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അതിലൊന്ന് ഭാഗവാക്കാവുക എന്ന നിലക്ക് അതിൽ ഭാഗവാക്കാവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ ചുറ്റിക്കുന്ന സംരക്ഷണത്തിൽ ഭാഗവാക്കാവുക എന്ന നിലക്ക് പറയുന്ന പേരാണ് ആലുൻ നബിയെ. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പെടും, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പെടും, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ പെടും, ഹംസത്തുൽ ഖറാർ തങ്ങളെ മക്കൾ പെടും, മഹാനായ അഖീൽ ഇബ്നു അബീ ത്വാലിബിന്റെ മക്കൾ പെടും. അവരൊക്കെ ആ നബി കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൽ തങ്ങന്മാര് എന്ന് പറയുന്നത് അഹ്ലു ബൈത്തിനെ പറ്റിയാണ്. നമ്മൾ തങ്ങളാണ് ഈ തങ്ങളാണ് എന്നതിന്റെ അർത്ഥം നബി കുടുംബാണെന്നല്ല, അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്ത് എന്നായിരിക്കാ പറയാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾ ഉന്നയിച്ച ആരോപണങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും വിഷമിപ്പിച്ചത്, തങ്ങൾക്ക് സങ്കടം വന്നത്, ഖുറൈശികൾ പറഞ്ഞു, ഈ മുഹമ്മദിന് മക്കളില്ലല്ലോ, പരമ്പരയില്ലാത്തവനാണ്, അബുത്തറാണ്, മക്കളില്ലാത്തവനാണ്, പരമ്പരയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ മുത്തദീങ്ങൾ പറഞ്ഞതുപോലെ മക്കളൊന്നുമില്ല, മക്കളൊക്കെ മരിച്ചു പോവുക, ആൺകുട്ടികളൊക്കെ മരിച്ചു പോവുക, എല്ലാവരുടെയും പരമ്പര നിനക്ക് ആൺമക്കളിലൂടെയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിറന്ന ആൺകുട്ടികളൊക്കെ കാലച്ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയിട്ടുണ്ട്. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഖാസിം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിറന്ന ആൺകുട്ടികളാണ്. അവരൊക്കെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോറ്റി വളർത്തിയത് പെൺകുട്ടികളെയാണ്. അതുകൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് വളർത്തിയതിൽ ഏറ്റവും കൂടുതൽ പുണ്യം പെൺകുട്ടികളെ പോറ്റിയാലാണ്. കാരണം അല്ലാഹുവിന്റെ റസൂല് വളർത്തി ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു തന്നത് പെൺകുട്ടികളെയാണ്. പെൺകുട്ടികളെ പോറ്റിയാൽ, പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ തന്നെ കുന്നലഹു സിത്റൻ മിനന്നാർ, നരകത്തെ തൊട്ടൊരു മറയാണെന്ന്. ആൺകുട്ടികളെ പോറ്റിയാലോ, ആൺകുട്ടികളെ പോറ്റിയോണ്ട് കാര്യമല്ല. ആൺകുട്ടികളെ വളർത്തി അവര് നല്ലവരായി കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകാരമുള്ള മക്കളായി തീർന്ന് വളർന്നാൽ ആൺകുട്ടികളെ കൊണ്ട് നമുക്ക് വലിയ ഗുണമാണ്. അതേ സമയത്ത് പെൺകുട്ടികള് അങ്ങനൊന്നും വേണ്ട. പെൺകുട്ടികൾക്ക് അവരെ ശരിക്ക് സംസ്കാരം പഠിപ്പിച്ചു, നല്ല രൂപത്തിൽ പഠിപ്പിച്ചു. അങ്ങനെ ഒരു പുതിയാപ്പിളെ കൊണ്ട് കെട്ടിച്ചു പറഞ്ഞയച്ചാൽ തന്നെ കുന്നലഹു സിത്റൻ മിനന്നാർ, നരകത്തെ തൊട്ടൊരു മറയാണ്. പെൺകുട്ടികൾ നമുക്ക് യാസീൻ ഓതിയിട്ടില്ലെങ്കിലും, പെൺകുട്ടികൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ലെങ്കിലും, പെൺകുട്ടികൾ വേറൊരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും, പെൺകുട്ടികളെ ശരിക്ക് വളർത്തിയാൽ തന്നെ പുണ്യമാണ്. അല്ലാഹു തആല നമുക്ക് ആൺകുട്ടികളിലും പെൺകുട്ടികളും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതേ സമയത്ത് ആൺകുട്ടികൾ നല്ലവരായി നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായാൽ ഉപകാരമാണ്. മറിച്ച് ആൺകുട്ടികൾ ഉപകാരപ്രദമാകാത്ത മക്കളായി തീർന്നാലോ? ഞാൻ ഓർക്കുന്നു, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തുള്ള ഒരു ഉസ്താദ്, ആ ഉസ്താദിന് എനിക്ക് ഓർമ്മ 9 ആൺകുട്ടികളാണ്. ഒരിക്കൽ പറഞ്ഞു, ഉസ്താദ് എത്ര ഭാഗ്യവാനാണ്, 9 ആൺകുട്ടികളാണല്ലോ. അപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ആ ഉസ്താദ് പറഞ്ഞു, അതാണ് എന്റെ ബേജാറ്. കാരണം പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചാൽ നമ്മുടെ ബാധ്യത തീർന്നു. ആ പെൺകുട്ടികളെ കെട്ടിച്ചയച്ച് പിന്നീട് ആ പെൺകുട്ടികളിൽ നിന്ന് എന്തെങ്കിലും അനർത്ഥങ്ങളോ അനാവശ്യങ്ങളോ സംഭവിച്ചാല് ഉപ്പയിലേക്ക് ചേർത്തി പറയില്ല. കല്യാണം കഴിക്കുന്നത് വരെ മാത്രമാണ് പെൺകുട്ടികളെ പേരിനോട് ഉപ്പയെ ചേർത്തി പറയാറുള്ളത്. പിന്നീട് ചേർത്തി പറയൽ ഭർത്താവിനെയാ. നമുക്ക് ദുഷ്പേര് വരില്ല. ആൺകുട്ടികൾ അങ്ങനെയല്ല. ആൺകുട്ടികൾ എത്ര കാലം കഴിഞ്ഞാലും ഉപ്പയിലേക്കാണ് ചേർത്തി പറയുക. ഇത് ഇന്നാളെ മകനാണ്, ആ തോന്നിവാസം ചെയ്തവൻ ഇന്നവനാണ്, ഇന്നാളെ പേരക്കുട്ടിയാണ്. അല്ലാ, ആ ദുഷ്പേര് കാലവും നമ്മിലേക്ക് ചേർത്തി പറയുന്നതാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ വേദനിച്ചപ്പോൾ പടച്ച റബ്ബ് അതിന് പറഞ്ഞ മറുപടിയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയേ, ഇന്നാ അഅ്തൈനാകൽ കൗസറ, തങ്ങൾക്ക് ധാരാളം ഖൈർ തന്നിട്ടുണ്ട്. തങ്ങൾക്ക് തന്ന ഖൈറിന് കയ്യും കണക്കുമില്ല. തങ്ങൾക്ക് എത്രയാണ് തന്നത്? ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിലെ ഇതിന്റെ തഫ്സീർ എഴുതിയത് കാണാ, ധാരാളം മക്കളെ തന്നിട്ടുണ്ട്. അല്ലാ, തങ്ങൾക്കുള്ള മക്കളെ പോലെ മക്കളാർക്കാണുള്ളത്? എന്തൊരു പരമ്പരയാണ്! അല്ലാ, ഇന്ന് ലോകത്ത് എവിടെയാണ് ഈ പരമ്പര ഇല്ലാത്തത്? ഏത് രാജ്യത്താണ് ഇല്ലാത്തത്? ഇന്നാഴ്ത്തൈനാക്കൽ കൗസറ. അതുകൊണ്ട് ഇന്ന ഷാനിയൊക്കെ തങ്ങൾക്ക് മക്കളില്ലെന്ന്, തങ്ങൾക്ക് പരമ്പരയില്ലെന്ന്, തങ്ങളെ പരമ്പര മുറിഞ്ഞെന്ന് പറഞ്ഞവനാരാ? തങ്ങളെ കുറ്റപ്പെടുത്തിയവനാരാ? തങ്ങളെ ആക്ഷേപിച്ചവനാരാ? ഹുവൽ അബ്തറവൻ, പരമ്പര മുറിഞ്ഞവനാ. അവനാണ് പരമ്പരയില്ലാത്തവൻ, അവനാണ് ഗുണം കെട്ടവൻ, അവനാണ് നിലനിൽക്കാത്തവൻ. അല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരമ്പരയില്ല, മക്കളില്ലെന്ന് ആക്ഷേപിച്ച ആളുകളിൽ നിന്ന് ആരെങ്കിലും പരമ്പര ഇന്ന് അറിയപ്പെടുന്നുണ്ടോ? ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അതേ സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരമ്പര അത് പടച്ച റബ്ബ് നിലനിർത്തിയത് ബീബി ഫാത്തിമ. കേൾക്കണോ? മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് ബീവി പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളെ പവറാണ്. ആൺകുട്ടികളെ പോലെയാ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനുഷ്യരിൽ വെച്ച് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വമാരോ? മഹദി ബീവി ഫാത്തിമയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ നേർ പകർപ്പായിരുന്നു. അലിയാർ തങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഫാത്തിമാന്റെ മുഖത്തേക്ക് നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി മാറ്റങ്ങളില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മാ തുഖ്തി മിശിയത്തു ഫാത്തിമത മിൻ മിശിയത്തി റസൂൽ പൊന്നുമോള് ഫാത്തിമ നടന്നു വരുമ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇല്ല, തങ്ങളെ കാലുവെപ്പും മഹദി ഫാത്തിമാന്റെ കാലുവെപ്പും തമ്മിൽ ഒരു മാറ്റമില്ല. ഫേസുകൾ മാറ്റമില്ല, കൺതടങ്ങൾ മാറ്റമില്ല. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ റസൂലിനെ എടുത്തു കാണിക്കുന്ന പ്രകൃതമാണ്. അല്ല, എപ്പോഴും പെൺകുട്ടികൾക്ക് ഉപ്പമാരോടാ കൂടുതൽ സാമ്യമുണ്ടാവേണ്ടത്, ആൺകുട്ടികൾക്ക് നേരെ മറിച്ചുമാണ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം കൊണ്ടും ആൺകുട്ടികളെ പവറാണ്. ഇതുകൊണ്ടാണല്ലോ സാധാരണ പെൺകുട്ടികൾക്ക് മെൻസസ് ഉണ്ടാകുന്നത് പോലെ ഫാത്തിമ ബീവിക്ക് മെൻസസ് ഉണ്ടായിട്ടില്ല. അല്ല, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആൺകുട്ടികളെ പോലെ ധൈര്യത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയതാണ്. ധൈര്യം പ്രകടിപ്പിച്ചവളാണ്. കഅബാലയത്തിന്റെ അരികിൽ സുജൂദിൽ കിടക്കുന്ന മുത്തുനബിയുടെ കഴുത്തിലേക്ക് കൊട്ടകത്തിന്റെ ചീഞ്ഞാറുന്ന കുഴൽമാല കൊണ്ടിടാൻ വേണ്ടിയിട്ട് അതാ ശത്രുക്കൾക്ക് മുത്തുനബിയുമായിട്ട് ശ്രമം നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ കണ്ടു നിൽക്കുകയാണ്. അടുക്കാൻ പറ്റുമോ? പേടിയാണ്, മരിച്ചു പോകും, അല്ല തച്ചു കൊല്ലും ഉറപ്പാ. അത്രയും ഖുറൈശികളെ പേടിച്ചു നിൽക്കുന്ന അതേ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളാ പാപപ്പെട്ട സ്വഹാബിയ അറേബ്യയിലുള്ള ഉന്നതരായ സമ്പന്നരായ കൊടീശ്വരന്മാരുടെ ഒട്ടകങ്ങളെയും മാടുകളെയും മേച്ചിട്ട് കിട്ടുന്ന നാണയത്തുട്ടുകൊണ്ട് ജീവിതം കഴിച്ചിരുന്ന പാവപ്പെട്ട തങ്ങൾ ഇത് കാണുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല, അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. ചെന്നുകൊണ്ട് പറയുന്നത് ആരോടാണ്? ബീവി ഫാത്തിമ.
ഫാത്തിമ ബീവിയോട് ചെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി ഓടി വരുന്നു. ഓടി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് കൊണ്ടിട്ട ചീനാറുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടിട്ടിട്ട് തങ്ങളെ അതാ വിഷമിപ്പിക്കുമ്പോ അത് കണ്ടുകൊണ്ട് ചിരിച്ചങ്ങുമിങ്ങും ആടിക്കളിക്കുന്ന ശത്രുക്കളെ മുഖത്തേക്ക് നോക്കിയിട്ട് ആണത്വത്തോടുകൂടി ശൂരതയോടുകൂടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കശക്കുകയോ. ഫാത്തിമ ബീവിന്റെ ഗർജനത്തിന്റെ മുമ്പിൽ അവര് പേടിക്കുകയാ. അല്ലാ മിണ്ടിയില്ല, ഉഖബത്ത് മിണ്ടിയില്ല, ശൈബത്ത് മിണ്ടിയില്ല, അബൂജഹൽ മിണ്ടിയില്ല. ഭയവിഹ്വലരായിട്ട് മ്ലാനതയോടുകൂടി എഴുന്നേറ്റ് പോവുകയാ. ആരാ മക്കളെ ഈ രൂപത്തിൽ ഉപ്പമാർക്ക് ധൈര്യം പകരാറുള്ളത്? ഉപ്പമാർക്ക് കരുത്ത് നൽകലാരാ? ആൺകുട്ടികളല്ലേ. ആൺകുട്ടികളെ പവറാണ് ഈ പൊന്നുമോക്കുള്ളത്. ഇതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മറജൽ ബഹ്റൈനി യൽതഖിയാൻ. രണ്ട് സമുദ്രങ്ങളെ പടച്ച റബ്ബ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ബാഹ്യമായിരിക്കുന്ന ഒരു അർത്ഥം അതിനുണ്ട്. കടലിൽ ചെന്നാ സമുദ്രത്തിന്റെ സമീപത്തു ചെന്നാല് പല കളറുകളിലുള്ള വെള്ളം കാണാം. ഏതെല്ലാം കളറുകളുള്ള വെള്ളമുണ്ട്. നീല കളറുള്ള വെള്ളമുണ്ട്, പച്ച കളറുള്ള വെള്ളമുണ്ട്, രക്തക്കളറുള്ള വെള്ളമുണ്ട്, പല തരത്തിലുള്ള വെള്ളമുണ്ട്. നീലക്കളറും പച്ചക്കളറുമുള്ള വെള്ളം തമ്മിൽ പടച്ച റബ്ബ് സമുദ്രത്തെ ഇങ്ങനെ ചേർത്തി വെച്ചിരിക്കുന്നു. പക്ഷേ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഈ രണ്ട് വെള്ളത്തിനിടയിൽ ഒരു ചെറിയ മറയുണ്ട്. അല്ലാഹ് നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തൊരു മറയുണ്ട്. ആ മറ ഒരു വെള്ളം മറ്റേതിലേക്ക് വിട്ടുകിടക്കുകയില്ല. പച്ചക്കളറുള്ള വെള്ളവും നീലക്കളറുള്ള വെള്ളവും തമ്മിൽ കൂടിക്കലരുകയില്ല. അതൊരു വരവരച്ചതുപോലെ നിൽക്കുകയാണ്. അതിനിടയ്ക്കൊരു മറയുള്ളതാ. മുത്തുകളും പവിഴങ്ങളും ഈ സമുദ്രത്തിൽ നിന്നാ പുറത്തു വരുന്നത്. എന്നാൽ മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തിയതറിയുമോ? ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിരീങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള തഫ്സീർ അറിയുമോ? മറജൽ ബഹ്റൈനി ഫാത്തിമ ബീവിയെയും അലിയാർ തങ്ങളെയും പടച്ച റബ്ബ് കൂട്ടിയിണക്കിയതാ. ആരാണ് ആ കല്യാണം നിശ്ചയിച്ചത്? ആരാണ് ആ കല്യാണം തമ്മിലുണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട മുക്കറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിക്ക് കല്യാണത്തിന് പ്രായമെത്തിയപ്പോ എത്ര ആളുകളാണ് അന്വേഷണവുമായിട്ട് വരുന്നത്? സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, തങ്ങളെ ഫാത്തിമ എനിക്ക് കെട്ടിച്ചു തരുമോ? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എനിക്ക് കെട്ടിച്ചു തരുമോ? നമുക്ക് ഇന്നതൊക്കെ ഒരു അത്ഭുതമാണ്. ഹബീബിനേക്കാൾ 2 വയസ്സ് കുറവുള്ള അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങള് കാലച്ചെറുപ്പത്തിലെ കൂട്ടുകാരായി ജീവിച്ചവര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ടാ ചോദിക്കുന്നത്, ഈ പൊന്നുമോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? അല്ലാ അല്ലാ, അതിനൊന്നും ആസംഗത്യമോ എന്തെങ്കിലും ചർച്ചയില്ലായ്മയോ സഹാബത്തിന്റെ കാലത്ത് തോന്നിയില്ല. അവർക്കതൊന്നും തോന്നിയില്ല. അള്ളാഹുവിന്റെ റസൂൽ 53 വയസ്സ് പ്രായം, 54 വയസ്സ് പ്രായമുള്ളപ്പോ 9 വയസ്സുള്ള ഖദീജ ബീവി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. 6 വയസ്സുള്ള സമയത്ത് നിക്കാഹ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചരിത്രം അറിയാത്തവരല്ലേ? ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെ അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ്, ആയിഷ ബീവി വിവാഹാന്വേഷണം നടത്തുന്നതിന്റെ മുമ്പ് 2 പേർ നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് ഏറെക്കുറെ സിദ്ദീഖുൽ അക്ബർ ഉറപ്പിച്ചിരുന്നു. പിന്നീട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് വിവാഹാന്വേഷണം വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ ഉണ്ടായിരുന്ന ഒരു പ്രയാസം അതാണ്. ഇങ്ങനൊരു വാക്ക് കൊടുത്തിരുന്നു, വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷേ സിദ്ദീഖുൽ അക്ബർ ഞാൻ ഓർക്കുന്നു, ജുബൈറാണ്, അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞപ്പോ തന്റെ ഉപ്പ അവിശ്വാസിയാണ്. അവിശ്വാസിയായ ഉപ്പ പറഞ്ഞു, എന്റെ
എന്റെ പൊന്നുമോൻ നിന്റെ മകളെ കല്യാണം കഴിച്ചാല് നിന്റെ ആശയത്തിലേക്ക് മുഹമ്മദിന്റെ പിറകെ പോകുമോ എന്ന് പേടിയാണ്. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ താൽക്കാലികമായി അവര് പിന്മാറിയതാണ്. അതിനുശേഷമാണ് മുത്തുനബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 6 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം അന്വേഷിക്കലും കെട്ടിച്ചു കൊടുക്കലും അന്നൊരു പുതുമയല്ല, അതൊരു വാർത്തയല്ല, നിത്യസംഭവങ്ങളാ. ഇരിക്കട്ടെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പലവരും ഇങ്ങനെ കല്യാണം അന്വേഷിക്കുന്നു. ഫാത്തിമ ബീവി ഒരു തുലാസിന്റെ തട്ടിൽ നിർത്തിയിട്ട് ഫാത്തിമ ബീവിന്റെ തൂക്കത്തിന് സ്വർണങ്ങൾ മഹർ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അറേബ്യയിലെ ഉന്നത കുലച്ചാതരായ പുരുഷന്മാര് വന്നുകൊണ്ട് കല്യാണാന്വേഷണം നടത്തിയിരുന്നു. തങ്ങള് സമ്മതിച്ചില്ല, സമയമായിട്ടില്ല. മഹാനരായ സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹഹു നേരത്തെ തന്നെ മുത്തുനബിന്റെ സംരക്ഷണത്തില് അബൂതാലിബിന്റെ മോന. അബൂതാലിബ് സാമ്പത്തിക ശേഷിയില്ലാത്തവരാ, മക്കൾ ഓരോരുത്തരി പോറ്റിയതാണ്. അലിയാർ തങ്ങളെ നേരത്തെ തന്നെ പോറ്റി വളർത്തിയ മുത്തുനബിയാണ്. അലിയാർക്ക് വല്ലാത്ത നാണമാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പലരും പറഞ്ഞു, നീ ഒന്ന് ചോദിച്ചു നോക്ക്, ഫാത്തിമാനെ ഒന്ന് കെട്ടിച്ചു തരുമോ? ഒരു ദിവസം കാലത്ത് ഫാത്തിമ അലി റളിയല്ലാഹു അൻഹു തങ്ങളെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. എന്റെ അലിയെ മിണ്ടുന്നില്ല. ഫാത്തിമയുടെ കല്യാണാന്വേഷണവുമായി വന്നതായിരിക്കുമല്ലേ, തങ്ങള് കെട്ടിച്ചു കൊടുക്കുകയാ, സ്വാഗതം ചെയ്യുകയാ. അർശിന്റെ അധിപന്റെ തീരുമാനമാ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ഇൽമിന്റെ സമുദ്രമാണ്, വിജ്ഞാനത്തിന്റെ നിറകുടമാണ്. അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഇരുട്ടിന്റെ മറവിലേക്ക് അലിയാരെ വിളിച്ചോണ്ട് പോയിട്ട് അലിയാരെ മാർവിടത്തുനിന്ന് കുപ്പായം നീക്കിയിട്ട് അള്ളാന്റെ റസൂല് കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് വിജ്ഞാന രഹസ്യങ്ങൾ ആവാഹിച്ചു കൊടുത്ത മഹാനാണ് സയ്യിദുന അലിയുൻ കറമല്ലാഹ്. അലിയാർക്ക് കെട്ടിച്ചു കൊടുക്കുകയാ, അവരെ പടച്ചറബ് കൂട്ടിയണക്കുകയാ. അലിയാരും ഫാത്തിമ ബീവിയും എത്ര കൂട്ടിയണക്കിയാലും എത്ര പരസ്പരം ബന്ധപ്പെട്ടാലും ബൈനഹുമാ ബർസഖുൻ, രണ്ടുപേർക്കും ഇടയിൽ ഒരു മറയുണ്ട്. ലാ യബ്ഗിയാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാത്ത, ബന്ധപ്പെടങ്ങോട്ട് ചേരാത്ത, അതെ അങ്ങ് മറികടക്കാത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധം യഖ്റുജു മിൻഹുമാ, ഈ രണ്ട് ദമ്പതികളിൽ നിന്നാ പുറത്തു വരാൻ പോകുന്നത്. ലോകത്ത് പുറത്തു വരുന്നു വലിയ വലിയ മുത്തുകള്, കോടികൾ വിലപിടിപ്പുള്ള മുത്തുകള്, അല്ലാ രത്നക്കല്ലുകള്, വല്ലാത്ത വിലപിടിപ്പുള്ള വസ്തുക്കള് പുറത്തു വരുന്നത് ഈ ദമ്പതികളിൽ നിന്നാ. ഓ മുസ്ലിമീങ്ങള്, ലോകത്ത് വന്ന കുതുബുകള്, ലോകത്ത് വന്ന ഗൗസുകള്, മഹാന്മാര് മുഴുവനും ഈ ദമ്പതിമാരിൽ നിന്ന് പുറത്തു വന്നവരാ. അതാണ് അഹ്ലു ബൈത്ത്. ഈ ഫാത്തിമ ബീവിയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവരാണ്, അവരെ സന്താന പരമ്പരകളാണ്. അലി റളിയല്ലാഹു അൻഹു പിന്നീട് കല്യാണം കഴിച്ചിട്ടുണ്ട്. അലിയാർക്ക് മക്കള് പിറന്നിട്ടുണ്ട്. ആ മക്കൾക്ക് ഈ പ്രത്യേകതയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനപ്പെട്ട ബീവി സൈനബ്, അവരെ മക്കൾക്ക് ഈ പ്രത്യേകതയില്ല. ഇത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിന്റെ മക്കളെ പ്രത്യേകതയാണ്. അതേ, ഹൗലാഇ അഹ്ലു ബൈത്തി. അല്ലാഹുവിന്റെ റസൂൽ അലിയാരെയും ഫാത്തിമ ബീവിയെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇവരെ 3-4 പേരെയും കൂട്ടിയിട്ട് ഒരു പുതപ്പിട്ട് മൂടിയിട്ട് ഹൗലാഇ അഹ്ലു ബൈത്തി, ഇവരാണ് എന്റെ അഹ്ലു ബൈത്ത്, ഇവരാണ് എന്റെ അഹ്ലു ബൈത്ത്. ഈ അഹ്ലു ബൈത്താണ് തങ്ങന്മാര്. അവരെ കുറിച്ചാണ് തങ്ങളുമാരെന്ന് സയ്യിദ് ഷരീഫ് എന്ന് പറയുന്നത്. അല്ലാ, എല്ലാ കാലത്തും ഈ വിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് നേതൃത്വം നൽകാൻ, ഉമ്മത്ത് പതറാതെ ഉമ്മത്തിന് ദിശാബോധം നൽകാൻ, ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പകരക്കാരാണ് അഹ്ലു ബൈത്ത് കേട്ടോ. അവരെയാണ് ഞാൻ ഇവിടെ ഉപേക്ഷിച്ചത്. അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം.
പരിഗണിക്കുമ്പോ, അവരുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോ, അവരെ നിങ്ങൾ സ്നേഹിക്കുമ്പോ നിങ്ങൾക്ക് തെറ്റുപറ്റൂല, നിങ്ങൾക്ക് പരാജയം വരൂല. ഉർഖുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. റസൂലുള്ളാഹിനെ നിങ്ങൾ കാണണം, റസൂലുള്ളാഹിനെ നിങ്ങൾ നിരീക്ഷിക്കണം, റസൂലുള്ളാഹിനെ നിങ്ങൾക്ക് ബോധം വേണം. ഫീ അഹ്ലി ബൈതിഹി. സിദ്ദീഖുൽ അക്ബറിന്റെ വചനമാണ്. അവിടുത്തെ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നത് മുത്തുനബിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് മുത്തുനബിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ്. അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്നത് മുത്തുനബിയെ നിന്ദിക്കുന്നതിന്റെ ഭാഗമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കാണേണ്ടത് അവിടുത്തെ അഹ്ലു ബൈത്തിലാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എല്ലാ കാലത്തും വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകളും ഖുർആനിന്റെ അമാനുഷികതയും നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പരമ്പരകളാകുന്ന അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. ഇതുകൊണ്ടാണല്ലോ എല്ലാ അഹ്ലു ബൈത്തും ചെയ്യാറുള്ളത്. അവർക്ക് വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് മതി, അല്ലെങ്കിൽ ഒരു ഫാത്തിഹ സൂറത്ത് മതി, ഒരു ആയത്തുൽ കുർസി മതി. എന്തൊരു പ്രത്യേകതയാ ഈ ഖുർആനിന്റെ അമാനുഷികത നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ അവർ എന്റെ പകരക്കാരായി എന്റെ അഹ്ലു ബൈത്തുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്. മറ്റുള്ളവർക്ക് സാധിക്കാത്തവരെ കൊണ്ട് സാധിക്കും. അപ്പൊ നമ്മൾ അവർ ചെയ്യുന്ന മാറ്റി ഇതൊന്നും കാര്യമില്ല. വേറെ ചില ആളുകളുണ്ട് അതേ സമയത്ത് അഹ്ലു ബൈത്തിന് നടക്കുന്നത് പോലെ വേറാക്ക് നടക്കൂല. അതൊരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അഹ്ലു ബൈത്തിന്റെ തണൽ എന്നും നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. അതിൽപ്പെട്ട വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ പയ്യനങ്ങാട് തങ്ങളവറുകള്. ജീവിതം നേരത്തെ നിങ്ങളൊക്കെ കേട്ടില്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേർ പകർപ്പാണെന്ന് തോന്നിപ്പിക്കും വിധം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഓർക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ നേരത്തെ നടത്ത പ്രഭാഷണത്തിലൊക്കെ നമ്മൾ കണ്ടത് അതാണ്. നബിയെ നിങ്ങൾ കാണണം അവിടുത്തെ അഹ്ലു ബൈത്തിലെ. അഹ്ലു ബൈത്തിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. ഫാത്തിമ ബീവിന്റെ മക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഹിബ്ബഹുമാ, ഈ രണ്ട് മക്കളെ നീ സ്നേഹിക്കണം അല്ലാ. വഹിബ്ബ മൻ അഹബ്ബഹുമാ, അവരെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞവരാണ് അഹ്ലു ബൈത്ത്. അതുകൊണ്ട് എല്ലാ കാലത്തും അഹ്ലു ബൈത്തുമായിട്ട് ബന്ധപ്പെടുകയും അവരെ ആദരിക്കുകയും നമ്മൾ ചെയ്യേണ്ടതാണ്. അവരോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അവരോടുള്ള ആദരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവാണ്. ആദരവ് കൊണ്ട് മാത്രമാണ്, ബഹുമാനം കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തി. ഒരാൾ രക്ഷപ്പെടാനും സ്വർഗത്തിൽ കടക്കാനും നിസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. നിസ്കരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ കടക്കുമോ? സ്വർഗത്തിലേക്കുള്ള കടക്കാനുള്ള മാനദണ്ഡം നിസ്കരിക്കലാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നിമിഷ നേരം ഒരാൾ കണ്ടാൽ എന്താണ് അതിന്റെ ബഹുമാനം? എന്താണ് ആ മനുഷ്യന്റെ പവർ? അഷ്റഫ് ഒരാള് ഒരു 70 വയസ്സ് 75 വയസ്സ് വരെ ഒരാൾ ജീവിച്ചു. ആ ജീവിച്ച കാലത്ത് ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. നന്മ മാത്രം ചെയ്തൊരു മനുഷ്യൻ, ഒരിക്കൽ പോലും ഒരു നന്മ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ അയാൾ 75 കൊല്ലം ജീവിച്ചു. ഒരു ദിവസം അയാൾക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ ആയാ പോരാ എന്ന് ചിന്തിച്ചിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെന്ന് സങ്കല്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് മദീനത്ത് പോയി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. ഒരു ഈമാൻ പൂർത്തിയാവാൻ ആവശ്യമായ രൂപത്തിൽ കലിമ ചൊല്ലി വിശ്വസിച്ച ഒരു മനുഷ്യൻ 10 മിനിറ്റിനുള്ള ഒരാൾ മരിച്ചുപോയി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ഇടപഴകി ബന്ധപ്പെട്ടത് ആകെ 5 മിനിറ്റ് സമയമാണ്. ഈ 5 മിനിറ്റ് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് അദ്ദേഹം നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈമാനുള്ള ഖൽബോട് കൂടി കാണുകയും ചെയ്തു. ആകെ 5 മിനിറ്റ് സമയമാണ്. ആ സമയത്ത് അയാൾ അങ്ങ് മരിച്ചു പോയാൽ അയാളെ പറ്റി നമ്മളെ വിധി എന്താ? ആ മനുഷ്യൻ ലോകത്തിൽ പിൽക്കാലത്ത് വന്ന സർവ്വ ഔലിയാക്കളെക്കാളും ബഹുമാനമുള്ള വ്യക്തിയാണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് മദീനയിൽ അല്ലാഹ് ഒരു ചെറിയ കുഞ്ഞു തൊട്ടിയിൽ കിടക്കുകയാണ്. തൊട്ടിലിൽ
കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ അരികിലൂടെ തങ്ങൾ നടന്നു പോയാൽ ആ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെക്കുള്ള മുത്തുനബി ഒന്ന് നോക്കിയതാണ്. നോക്കിയിട്ടേ ഉള്ളൂ ആ കുഞ്ഞിന് റസൂലുള്ളാഹിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും കേട്ടിട്ടില്ല. ഹബീബ് ഒന്ന് ദർശിച്ചതാ. ആ കുഞ്ഞ് പിൽക്കാലത്ത് മഹാനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരായ ഔലിയാക്കളേക്കാൾ വലിയ പവറാ. ഒരു നിമിഷ നേരം തങ്ങളുമായിട്ടൊന്ന് സുഹബത്തുണ്ടായാൽ നോക്കൂ, ഈ മഹാനായ ശൈനുദ്ദീൻ തർത്താസാനി തങ്ങൾ തന്റെ തഫ്സീറിന്റെ ശറഉൽ ഖായിദിൽ നമ്മുടെ എല്ലാ പള്ളി ദർസുകളിലും കോളേജുകളിലുമൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന ആധികാരിക ഗ്രന്ഥമല്ലേ ശറഉൽ ഖായിദ്. ഈ മഹാനായ സഅദങ്ങൾ പറയുന്നത് കാണാം, വഖദ് കാനത്തിൽ ലവായിലു മിന സ്വഹാബത്തി വത്താബിഈന മുസ്തഗ്നീന അൻ തദ്ബീനി ഹാദൈനിൽ ഇൽമൈനി. അല്ലാഹ്, മഹാന്മാരായ സ്വഹാബത്തും താബിഈങ്ങളുമൊന്നും ഈ ഇൽമൊന്നും ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ അഖീദന്റെ ഗ്രന്ഥം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർ മദ്ഹബുകൾ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തേ? അവരെ വിശ്വാസങ്ങൾ വളരെ തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സുഹബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ഇൽമുകളൊന്നും പഠിക്കേണ്ടതോ പഠിപ്പിക്കേണ്ടതോ എഴുതി വെക്കേണ്ടതോ ആവശ്യം സ്വഹാബത്തിനില്ല. ചിലര് ചോദിക്കാറുണ്ട്, സഹാബത്തിന്റെ കാലത്ത് മദ്ഹബുണ്ടോ? സഹാബത്തിന്റെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? വേണ്ട വേണ്ട, സ്വഹാബത്ത് ഇതിനെ തൊട്ടൊക്കെ ആശ്രയിക്കാത്തവരാണ്, ആവശ്യമില്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് സുഹബത്തുള്ളതിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് ഇതൊന്നും വേണ്ടതില്ല. അത്രയും അവരെ വിശ്വാസം ക്ലിയറാൻ. അതുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അരികിൽ കൂടി ഒരു മുത്തുനബി നടന്നു പോയാല് ആ കുഞ്ഞ് ഏറ്റവും വലിയ മഹാനാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരാൾ നിസ്കരിച്ചാലോ, അവിടുത്തെ പിറകിൽ ഇമാമവുമായി നിസ്കരിച്ചാലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ഒരാൾ നിസ്കരിച്ചാൽ അവിടുത്തെ പള്ളിയില് അവിടുത്തെ മഅ്മൂമായി അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോ അവിടുന്ന് ഫാത്തിഹ ഓതുമ്പോ പിറകിൽ നിന്ന് സ്വഹാബാക്കളോടൊപ്പം ആമീൻ പറഞ്ഞാല് എന്തൊരു മഹത്വമാ, എന്തൊരു പുണ്യമാ. ലോകം കണ്ട ഏറ്റവും വലിയ ജമാഅത്തല്ലേ അത്. എന്നാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വർഷങ്ങളോളം കഴിച്ചുകൂട്ടി, വർഷങ്ങളോളം തങ്ങളോടൊപ്പം നിസ്കരിച്ചു, വർഷങ്ങളോളം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചു, റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോയി, റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിൽ നിസ്കരിച്ചു, റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ട് സഹവസിച്ചുകൊണ്ട് ജീവിച്ച് ഒരു മനുഷ്യനല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. എത്ര നിസ്കാരം നബിന്റെ പിറകിൽ നിസ്കരിച്ചത്, എത്ര കാലം തങ്ങളെ പിറകെ തങ്ങളെ കൂടെ നിന്നത്, എത്ര യുദ്ധത്തിൽ മുത്തുനബിന്റെ കൂടെ പങ്കെടുത്തത്, എന്തെല്ലാം ഹിദ്മകൾ ചെയ്തത്, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തത്. ഈ മനുഷ്യനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താണ്? മുത്തുനബിയെ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അവരിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ അവരെ മയ്യത്ത് നിസ്കരിക്കരുത്, അവന്റെ ഖബറിന്റെ അടുത്ത് തങ്ങൾ പോയി നിൽക്കരുത്, അവന് വേണ്ടി തങ്ങൾ ദുആ ചെയ്യരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മാത്രമല്ല വഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് അവരുള്ളത്. ഞാൻ ചോദിക്കുന്നു മുസ്ലിമേ, നിസ്കരിച്ചത് കൊണ്ട് സ്വർഗത്തിൽ കടക്കുമെങ്കിൽ ഈ മനുഷ്യൻ സ്വർഗത്തിലാവണ്ടേ? നിസ്കരിച്ചത് കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ, യുദ്ധത്തിന് പോയത് കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ, അമല് കൊണ്ട് രക്ഷപ്പെടുമെങ്കിൽ എന്തുകൊണ്ട് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല? ഈ മനുഷ്യൻ എന്തുകൊണ്ട് പടച്ചറബ് പുറത്തു കൊടുത്തില്ല? ഇല്ല ഇല്ല, ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന്റെ വിജയിക്കുന്നതിന്റെ മാനദണ്ഡം നിസ്കരിക്കലല്ല.
നോമ്പെടുക്കലല്ല, ഖുർആൻ ഓതലല്ല, ദിക്ർ ചൊല്ലലല്ല. നൂറുകണക്കിന് തെളിവുകളാണ്. റബ്ബ ഖാരിനുൽ ഖുർആൻ യൽഅനു. അല്ലാഹ് ഖുർആൻ ഓതുന്ന എത്രയെത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് കേൾക്കണോ സഹോദരോ? അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിന്റെ കാലത്ത് ഇസ്ലാമിൽ ആദ്യമായിട്ട് ഉടലെടുത്ത അവാന്തര വിഭാഗം ആരാണ്? അവരാണ് ഖവാരിജ്. അല്ലാഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ആദ്യമായിട്ട് ഉടലെടുത്ത അവാന്തര വിഭാഗമാണ് ഖവാരിജ്. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുബ്തദിയാണ് ഖവാരിജ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖവാരിജുകൾ രംഗത്ത് വന്നപ്പോ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ച് മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ വരുന്നു. ബഹുമാനപ്പെട്ടവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ തങ്ങളുടെ എളാപ്പാട മോനാണല്ലോ. അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത സങ്കടം തോന്നി. യാ ഖലീഫത്ത റസൂലില്ലാഹ്, നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. അതേ ആയിരക്കണക്കിന് ആളുകള് ഖവാരിജികളായിട്ട് രംഗത്ത് വന്നപ്പോൾ അതിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് നിങ്ങൾ എന്തിന് പ്രയാസപ്പെടണം? ഞാൻ ആ ജനങ്ങൾക്കൊന്ന് പോയി നോക്കട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. അതെ, ആകെ 30 വയസ്സല്ലേ ജീവിച്ചിട്ടുള്ളൂ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഞാൻ ആ ഖവാരിജികൾ അടുത്തൊന്ന് പോയി നോക്കാം. 2000 ഖവാരിജികള്, ഒന്നല്ല 2000 ഖവാരിജികള് ഒരു ഭാഗത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്, തമ്പടിച്ചിട്ടുണ്ട്. അവരവരെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനും അവരുമായിട്ടൊന്ന് അവരെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ പ്ലാൻ എന്തൊക്കെയാണെന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഞാനൊന്ന് പോയി നോക്കിയെങ്കിലോ അലിയാര് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോകണ്ട. അവര് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവര് നിങ്ങളെ കൊന്നുകളയുന്നതാ. നിങ്ങൾ അവര് കൊല്ലും, അതുകൊണ്ട് പോകരുത്. അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇല്ല, എന്റെ വിഷയത്തിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഈ ഖവാരിജികൾപ്പെട്ട പലരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധങ്ങളുണ്ട്. നേരത്തെ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരിചയമുണ്ട്. അതുകൊണ്ട് എന്നവര് കൊല്ലൂല. എന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഈ ഖവാരിജിന്റെ നിലപാടുകള്, അവരെ തീരുമാനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചെല്ലുകയാണ്. അവരെ അവിടെ ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ച് അവരെ എല്ലാ കാര്യങ്ങളും ശരിക്ക് കണ്ടു മനസ്സിലാക്കി തിരിച്ചു വന്നുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തങ്ങളോട് പറയുന്നു, യാ ഖലീഫത്ത റസൂലില്ലാഹ്, 2000 ഖവാരിജികൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരെ മുഖത്തേക്ക് നോക്കിയപ്പോ അത്ഭുതപ്പെട്ടു. എല്ലാവരുടെ മുഖത്തും വലിയ നിസ്കാരത്തിന്റെ തഴമ്പ്. ആ നിസ്കാര തഴമ്പ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അലിയാര നിസ്കാരത്തെക്കാൾ സ്വഹാബത്തിൽപ്പെട്ട പലരുടെയും നിസ്കാരത്തെക്കാൾ വലിയ നിസ്കാരമുള്ളവരോ. ആ നെറ്റിയിലുള്ള തഴമ്പ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീണ്ടും ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഞാൻ അവരെ വേഷമൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ആഖിർ മക്കളെ ശ്രദ്ധിക്കേണ്ടതില്ലയോ, ചിന്തിക്കേണ്ടതില്ലയോ? ഖവാരിജിനെ പറ്റി പറയുകയാണ്. ഞാൻ അവരെ വേഷവിധാനമൊന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവരുടെ ഉസുറുഹും, അവരെ ഉടുവസ്ത്രങ്ങള്, അവരെ മുണ്ടുകള് തണ്ടൻകാലിന്റെ പകുതി വരേക്കുമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മുണ്ടുടുക്കുമ്പോൾ, ഒരു പാന്റ് ഉടുക്കുമ്പോൾ നെരിയാണി വരെ താഴ്ത്താവുന്നതാണ്. നെരിയാണിയേക്കാൾ താഴേക്കിറങ്ങിയാൽ നരകത്തിലാണ്. മുട്ടിനേക്കാൾ മേൽപോട്ടുയർന്നാലും നരകത്തിലാണ്. ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങള്, സാധാരണക്കാര് ചിന്തിക്കണം, മുസ്ലിം പുരുഷന്മാര് മുണ്ടുടുക്കുമ്പോൾ
മുട്ട് കാണുന്ന രൂപത്തിൽ തുണി മാടിക്കെട്ടുന്നത് ഹറാമാണ്, കടുത്ത ഹറാമാണ്, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതാണ്. അതേപോലെ നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങുന്നതും ഹറാമാണ്. അതേ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ തുണ്ട്, മുഅ്മിനായ മനുഷ്യന്റെ ഉടുമുണ്ട്, അതേ തണ്ടങ്കാലിന്റെ പകുതി വരേക്കുമാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഈ 2000 ആളുകളെ ഞാൻ നോക്കിയിട്ട് അവരെ മുണ്ടുകൾ മുഴുവനും തണ്ടങ്കാലിന്റെ പകുതി വരെയാ. എന്തൊരു വേഷമാ, നല്ലെന്തൊരു ചിട്ടയാ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാ ആ 2000 ആളുകളിൽ നിന്ന് ഓരോരുത്തരെ ഞാൻ മാറി മാറി നോക്കുമ്പോൾ അവരെ കണ്ണുകളൊക്കെ വല്ലാതെ ചുകന്നിട്ടുണ്ട്. രാത്രി ഉറക്കമിളച്ചത് കൊണ്ട് കണ്ണ് ചുകന്നതോ അത്ര നിസ്കരിക്കുന്നവരാ. അവരൊക്കെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് വളരെ ശരീരം ശുഷ്കിച്ചു പോയിട്ടുണ്ട്. കണ്ടാരെന്തൊരു ഭക്തരാ, എന്തൊരു തഖ്വയുള്ളവരാ. 2000-ഓളം വരുന്ന ആളുകൾ ഒരു തോട്ടത്തിലാണ് ക്യാമ്പ് ചെയ്തത്. പെട്ടെന്നൊരു ഈന്തപ്പനയിൽ നിന്നൊരു താരക്ക താഴേക്ക് വീണപ്പോ ആ കൂട്ടത്തിലുള്ള ഒരാള് ആ ഈത്തപ്പഴം എടുത്തിട്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വായിലിട്ട് തിന്നുകൾ കടിച്ചു പോയി. അത് വായിലിട്ട് കടിച്ചിറക്കിയപ്പോ ആ നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം പറയുകയോ, ഒരിക്കലും ശരിയല്ല. ഈ ഈന്തപ്പനത്തോട്ടത്തിന്റെ ഉടമക്കാരനെ കണ്ട് പൊരുത്തപ്പെടിക്കാതെ ഈ സദസ്സിലിരിക്കണ്ട, റബ്ബ് പൊരുത്തു തരൂല. ആ ആൾക്കാരെ കൂട്ടത്തിൽ നീ എഴുന്നേറ്റ് പോവുകയാണ്. എന്തൊരു തഖ്വയാ, എന്തൊരു ഭക്തിയാ. ഈ ഖവാരിജികളെ പറ്റി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, ഹും കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ പട്ടികളോ, നരകത്തിലെ നായ്ക്കളോ. ഇബ്നു അബ്ബാസ് പറഞ്ഞതല്ലേ. ഓ മുസ്ലിമീങ്ങളെ, രക്ഷപ്പെടുന്നതിന്റെ മാനദണ്ഡം, സ്വർഗം ലഭിക്കുന്നതിന്റെ മാനദണ്ഡം, ഈമാനോടെ മരിക്കുന്നതിന്റെ മാനദണ്ഡം നിസ്കാരത്തഴമ്പല്ല, ദിക്റുകളല്ല, നോമ്പ് നോൽക്കലല്ല. ഇതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. മഹാനായ സയ്യിദുനാ അലിയുൻ കറമല്ലാഹു റളിയല്ലാഹു അൻഹു തങ്ങളെ വെട്ടിക്കൊന്നതാണ്. അത് പുണ്യമെന്ന് വിശ്വസിച്ചതാണ്. അഹ്ലു ബൈത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷത്താൽ ഊട്ടപ്പെട്ട വാള് കൊണ്ടുവന്ന് ആ വാള് മൂർച്ച നോക്കാൻ ഒരു പന്നിയുടെ വാല് വെട്ടിയപ്പോ ഖവാരിജിന്റെ നേതാവ് ചോദിച്ചു, ഇല്ല, വലിയ തെറ്റായി പോയി, പ്രായച്ചിത്തം കൊടുക്കാതെ പറ്റില്ല. നിന്റെ വാള് മൂർച്ച നോക്കാൻ ഒരു പന്നിന്റെ വാല് വെട്ടുകയോ, അതാ ശാസിച്ചു പോയി, ഉപദേശിച്ചു പോയി, കഫാറത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു പോയി. ഈ വാളുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു തങ്ങളെ കഴുത്ത് വെട്ടുന്നത് കേട്ടോ. ഓ മുസ്ലിമീങ്ങളെ, ആളുകളെ വിലയിരുത്തേണ്ടത്, ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടത്, ഈമാൻ അളക്കേണ്ടത്, ഇസ്ലാം അളക്കേണ്ടത്, തഖ്വ അളക്കേണ്ടത് നിസ്കാര തഴമ്പ് നോക്കിയല്ല, തസ്ബീഹ് മാല നോക്കിയല്ല, അതേ നോമ്പ് നോക്കിയല്ല, ശേഷം നോക്കിയല്ല. അതേ ഹബീബ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മക്കളെ രക്ഷപ്പെടാൻ, മനുഷ്യനൊന്ന് നന്നാവാൻ, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു.
ഒരു മനുഷ്യൻ നന്നാവാൻ 450 ഗ്രാം തൂക്കമുള്ള ഒരു കോഴിമുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസത്തിന്റെ കട്ടം നമ്മുടെ ഹൃദയം, നമ്മുടെ നെഞ്ചിനകത്തുണ്ട് കേട്ടോ. ആ നെഞ്ചകത്തുള്ള ആ മാംസം ഒന്ന് നന്നായി കഴിഞ്ഞാൽ നമ്മളൊക്കെ നന്നായി, മനുഷ്യരൊക്കെ നന്നായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് ദുഷിച്ചു പോയാൽ ആകെ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്, അതാണ് മോനെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം നന്നായാൽ വമൻ യുഅള്ളിം ശാഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് ഹൃദയങ്ങളുടെ തഖ്വയാണ്. ഹൃദയം നന്നാവണം. ഹൃദയം നന്നായവരാണ് രക്ഷപ്പെടുന്നത്, അവരാണ് സ്വർഗം പുൽകുന്നത്, അവരാണ് മുഅ്മിനീങ്ങള്. ഓ സഹോദരാ, പറയാൻ സമയമില്ല. മനുഷ്യന്റെ ഹൃദയത്തിന് പിടിപെടുന്ന ചില രോഗങ്ങളുണ്ട്, കേട്ടിട്ടില്ലേ? ഹബീബായ മുത്തുനബി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ അവനെ കൺകൊൺ കൊണ്ടുപോയി മറവ് ചെയ്താൽ, ഖബറിൽ കിടത്തിയാൽ 99 സർപ്പങ്ങൾ ഉണ്ടാകുമെന്ന്. 99 സർപ്പങ്ങൾ അവന്റെ ഖബറിൽ ഉണ്ടാകുമെന്ന് തങ്ങള് പറഞ്ഞിട്ടില്ലേ? ഒരു വാക്ക് പോലും പിഴച്ചു പോകാത്ത, തെറ്റിപ്പോകാത്ത മുത്തുനബി പഠിപ്പിച്ചതല്ലേ? എന്തേ ഈ 99ന്റെ കണക്ക് നിനക്ക് ബോധമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെത്തി. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 99 സർപ്പങ്ങൾ പറയാൻ എന്താ കാരണം? അതിന് കാരണമുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഈ 99 100 അറിയാത്തത് കൊണ്ടല്ല, അതിനേക്കാൾ വലിയ സംഖ്യകൾ കിട്ടാത്തത് കൊണ്ടല്ല, 99 പ്രത്യേകതയുണ്ട്. അതെന്താ? ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ദുഷിച്ച ഗുണങ്ങളിൽ നിന്ന് ദുസ്വഭാവങ്ങൾ 99 ദുസ്വഭാവങ്ങളാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത 99 സ്വഭാവങ്ങൾ ഇമാം ഗസാലി പറയുന്നുണ്ട്. ആ ഓരോ സ്വഭാവത്തിനും ഓരോ സർപ്പമാണ്. ബുദ്ധിയുള്ള മുസ്ലിമെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ 99ൽ 94 ദുസ്വഭാവങ്ങളും നമ്മൾ നന്നാക്കി, അതെല്ലാം ചികിത്സിച്ച് ഭേദപ്പെടുത്തി. ഒരൊറ്റ സ്വഭാവം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ, ഒരൊറ്റ ദുസ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഒരു സർപ്പം തന്നെ പോരെ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പിടിപെടുന്ന 99 ദുസ്വഭാവങ്ങളുണ്ട്. 99 ദിവസങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഞാൻ ആ വിശാല ഭാഗത്തേക്ക് കടക്കുന്നില്ല, പറഞ്ഞ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. എന്നാൽ ഇബ്നു ഹജറിൽ അസ്കലാനി തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം ഗസാലി തങ്ങളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ധാരാളം അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിന് പിടിപെടുന്ന 99 രോഗങ്ങൾ, അതിലേറ്റവും പ്രഥമമായ രോഗം ഏതാണെന്നറിയോ? മോനെ, ചിന്തിക്കേണ്ടതല്ലേ? ശിർക്കും കുഫറും നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ കുഫരിയത്തില്ലാത്തത് കൊണ്ട്, ശിർക്കില്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റിവെക്കുക. മുഅ്മിനാണെന്ന നിലക്കാണ്. എന്നാൽ ഈ ഹൃദയത്തിന് പിടിപെടുന്ന രോഗങ്ങളിൽ നിന്ന് ഒന്നാമത്തെ രോഗം മോനെ, അത് ബിദ്അത്താണ്.
ബിദ്അത്തെങ്ങാനും ഒരു മനുഷ്യന്റെ കൽബിലുണ്ടായി കഴിഞ്ഞാൽ നിസ്കരിക്കുന്നത് എന്തിനാ, നോമ്പെടുക്കുന്നത് എന്തിനാ, ധർമ്മം കൊടുക്കുന്നത് എന്തിനാ, ദിക്ർ ചെല്ലുന്നത് എന്തിനാ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാ? നിങ്ങൾക്ക് കേൾക്കണോ ബിദ്അത്ത്? ബിദ്അത്ത് ഞാൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണ്. ബിദ്അത്ത് എന്നാൽ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും ദീനാണെന്ന് വിശ്വസിച്ചൊരു കാര്യം ദീനല്ലാന്ന് വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ദീനായി പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനാണെന്ന് വിശ്വസിക്കുക. ഇതിന്റെ പേരാ മോനെ ബിദ്അത്ത്. അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ സ്വഹാബത്ത് ദീനായി പഠിപ്പിച്ചൊരു കാര്യത്തെ ദീനല്ലാന്ന് വിശ്വസിച്ചാൽ, അത് ദീനിൽ പെട്ടതല്ലാന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്താണ് മോനെ. അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും ദീനായി പഠിപ്പിക്കാത്തൊരു കാര്യം അത് നീ ദീനാണെന്ന് വിശ്വസിച്ചാൽ, അത് മതമാണെന്ന് വിശ്വസിച്ചാൽ, അത് ദീനിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചാൽ അതിന്റെ പേര് ബിദ്അത്താ. ഈ രോഗമെങ്ങാനും ഒരുത്തന്റെ കൽബിലുണ്ടോ? അല്ലാ, സർവ രോഗങ്ങളും അവൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവന്റെ ഉറക്കം കെടുത്താൻ അല്ലാ, ഖബർ ഭയങ്കര രംഗമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അല്ലാ, നിന്റെ മൂക്കിലൂടെ, നിന്റെ കണ്ണിലൂടെ, വായിലൂടെ, നിന്റെ സർവദ്വാരങ്ങളിൽ കൂടി ഈ പാമ്പ് കയറുന്നതാ. എത്ര ശക്തിയുള്ള പാമ്പാണ് ഇത്! പറയുന്നതാരാ? ഈ കാര്യങ്ങൾ മുഴുവനും നമുക്ക് പ്രവചിച്ച മുഹമ്മദ് മുസ്തഫ. ഒന്നുപോലും തെറ്റിയിട്ടില്ല. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. എത്ര പ്രവചനങ്ങളാ! ഒന്നുപോലും തെറ്റിയിട്ടില്ല. അത്രയും കൃത്യമായി ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. മോനെ, ഖബറിൽ സർപ്പങ്ങളുണ്ട്. അല്ലാ, ഈ ദുനിയാവിൽ ചില സർപ്പങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ. അങ്ങനെ ഞാനിവിടെ പ്രസംഗിക്കുമ്പോ ആ റോട്ടിൽ നിന്നൊരു കിങ് കോബ്ര അത് വന്നിട്ട് നമ്മളിലേക്ക് ഊതിയാൽ ഈ പ്രസംഗിക്കുന്ന ഞാനിവിടെ കിടന്ന് മരിച്ചു പോകും. അത്രയും വിഷമുള്ളതാണ്. വേണ്ട, 700 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഊതിയാൽ അതിന്റെ വിഷം തട്ടിയിട്ട് മരിച്ചു പോകാൻ ശക്തിയുള്ള വലിയ പാമ്പുകൾ ഇവിടെയുണ്ട്. ദക്ഷിണാഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ ഉള്ള സർപ്പത്തെ കുറിച്ച് പത്രങ്ങളിലൂടെ വായിച്ചിട്ടില്ലേ? മണാലലി എന്ന് പറയുന്ന പാമ്പെങ്ങാനും അന്ന് ഊതിയാൽ 700 കിലോമീറ്റർ അപ്പുറത്തേക്ക് അതിന്റെ വിഷമെത്തുന്നതാ, കടന്ന് മരിച്ചു പോകുന്നതാ. അങ്ങനത്തെ പാമ്പുകൾ ഈ ദുനിയാവിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഈ 99-ൽപ്പെട്ട ഒരു സർപ്പങ്ങാനും ഭൂമിയിലേക്ക് തലപൊക്കിയിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്കൊന്ന് ഊതിയാൽ അതിന്റെ വിഷം തീണ്ടിയിട്ട് ഒരു സസ്യലതാദികൾ ഇവിടെ മുളക്കൂല, എല്ലാം കരിഞ്ഞു പോകുന്നതാണ്. അത്രയും ഉഗ്രവിഷമുള്ള പാമ്പുകള് നിന്റെ കാതിലും നിന്റെ കണ്ണിലും നിന്റെ മൂക്കിലും കയറിയിട്ട് നിന്നെ ഉറക്കം കെടുത്തുന്നതാ. ഹബീബ് പറഞ്ഞതാ. ഇങ്ങനെ ഓരോ സ്വഭാവങ്ങള് നമ്മുടെ കൽബിന് പിടിപെടുമ്പോ ആ സ്വഭാവത്തിന്റെ എണ്ണം അനുസരിച്ചാണ് ഹബീബ് സർപ്പത്തിന്റെ എണ്ണം പറഞ്ഞതെന്ന് വസാനിമാമ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പെടുത്തുന്നത്, കൽബ് നന്നാവണം, കൽബ് ശുദ്ധീകരിക്കണം. കൽബിൽ ബിദ്അത്ത് ഉണ്ടാവരുത്, കൽബിൽ ഹസദ് ഉണ്ടാവരുത്, കൽബിൽ വെറുപ്പുകൾ ഉണ്ടാവരുത്, വൈരാഗ്യം ഉണ്ടാവരുത്. അവർക്കാണ് മക്കളെ സ്വർഗവും വിജയമുള്ളത്. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അലാ ഇന്ന ലികുല്ലി ഷൈഇൻ സഖാല. എല്ലാ വസ്തുക്കൾക്കും ഒരു വാഷിംഗ് പൗഡർ ഉണ്ട്, വൃത്തിയാക്കാൻ വസ്തുക്കളുണ്ട്. വസഖാലത്തുൽ ഖൽബി, തുരുമ്പ് പിടിച്ച കൽബ് ശുദ്ധിയാക്കാനുള്ള അതിന്റെ പൗഡർ, അതിന്റെ വാഷിംഗ് പൗഡർ ഏതാണെന്നറിയോ? ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കലാണ്, അള്ളാഹനെ ഓർമ്മിപ്പിക്കലാണ്, അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കലാണ്, സൽജനങ്ങളുമായിട്ടടുക്കലാണ്, സാലിഹീങ്ങളെ സ്നേഹിക്കലാണ്, അവരെ പറയലാണ്. അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ പ്രഭാഷണങ്ങൾ, നമ്മൾ കേൾക്കൽ, നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും അതിനുപകരിക്കുന്നതായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ. ഹബീബായ മുത്തുനബി
മുത്തുനബിന്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട്, മുത്തുനബിന്റെ ആശിക്കീങ്ങളെ ഹക്ക് കൊണ്ട്, നമ്മളാക്കിയ നമ്മളെ മശായിഖുമാരെ ഹക്ക് കൊണ്ട്, ഉസ്താദുമാരെ ഹക്ക് കൊണ്ട് നമുക്കൊക്കെ ഈമാനും തഖ്വയും ഹിദായത്തും അല്ലാഹു ഏറ്റിത്തരട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ അവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. നമുക്കെല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിച്ചിട്ട് റാഹത്ത് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇനി ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ദുആ ഉണ്ടാവും. ഞാൻ തങ്ങൾ വരുന്നവരെ അങ്ങ് പറഞ്ഞതാണ്, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.